അരികിരി മിഴി രണ്ടും നിറയുമ്പോൾ തുണയായിരിക്കാം ഒരുമിച്ചൊരു നരാഗപ്പുഴ ഇനി ഒഴുകാൻ എൻ്റെ ആയുസിനപ്പിതെന്താണ്. ഹലോ 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 ഹലോ. അപ്പോൾ എല്ലാവരും കേൾക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. മിക്കവാറുള്ള എല്ലാവരെയൊക്കെ ലൈവൊക്കെ ഇന്ന് കണ്ട് കാണും. ജാസ്മിൻ ഒരു അടി കൊണ്ടിട്ടുണ്ട്. അടി കൊണ്ട ജാസ്മിൻ അവിടെ വെട്ടുകിളിയെപ്പോലെ കണ്ണൂരാണോ വീട്, കണ്ണൂരല്ല വീട്. ഓക്കെ, എന്തായാലും അടി കൊണ്ട ജാസ്മിൻ അവിടെ വെട്ടുകിളിയെ കണക്ക് ഓടി നടക്കുന്നുണ്ട്. അടി കൊടുത്ത എന്തായിരുന്നു മറ്റേ അവളുടെ പേര്, റസ്മിൻ സൈഡായിട്ട് കിടപ്പുണ്ട്. പിന്നെ അടി കണ്ടുകൊണ്ട് നിന്ന അൻസിബ അപ്പുറത്തെ സൈഡിൽ കിടപ്പുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് ഓരോരുത്തർ കിടപ്പുണ്ട് എന്തായാലും. പിന്നെ ഇന്നത്തെ നമ്മളെ അയോണ ചിന്നൂസിനെ അറിയാം. അയോണ ചിന്നൂസേ. അപ്പോൾ ഇതേടൊക്കെ നോറ ഒരു സൈഡിലുണ്ട് അവിടെ. പിന്നെ ഇന്നത്തെ ഏറ്റവും വലിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരിയണ്ണൻ്റെ ബുദ്ധിയാണ്. ടാസ്കിൽ അരിയണ്ണൻ പറഞ്ഞ പ്രാങ്കാണ്, മറ്റേതാണ്. നമുക്ക് ജോലി അങ്ങോട്ട് രാജിവെച്ചിട്ട് അങ്ങ് മറിക്കണം. അപ്പോൾ അവർ പ്രാങ്കെന്ന് പറയും. അവസാനം ഹുദാ ഹവ ബിഗ് ബോസും വിളിച്ചുകൊണ്ട് പോയിട്ട് ബിഗ് ബോസും അവിടെ ചെന്നിട്ട് പറ്റൂടാ നിനക്ക് കയറാൻ പറ്റൂടാന്ന് ചോദിച്ചപ്പോൾ പറ്റൂല. എങ്ങനെ പറ്റുമെന്ന് പറയുന്നത്, അവിടെ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി കാല് പിടിക്കണം. പിന്നെ അത് അതിൽ നിന്നും കാട്ടി നാണക്കണം. അപ്പം ഈഗോ വർക്ക് ചെയ്ത് അവിടെ വർക്ക് ചെയ്തിട്ട് അതൊന്നും തീർന്നു. അപ്പോൾ ഇപ്പം അവിടെ ഈ എന്താണ് ഈ വേറൊരു സാധനം ഉണ്ടല്ലേ, അപ്സര ഇപ്പോഴും ലൈവിലിരുന്നിട്ട് അങ്ങനെയല്ല ഇങ്ങനെയാണ് അതല്ല അതാണ് മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ പൊന്നു എന്താ തള്ളുകളെന്ന്. അപ്സരയുടെയൊക്കെ തള്ളു മാത്രം കേൾക്കുന്ന ആൾക്കാരാണെങ്കിൽ വിചാരിക്കുക അയ്യോ അവർ അങ്ങനെ ചെയ്ത് വളരെ മോശമായി. ഇപ്പം അവർ മോശമൊന്നും ചെയ്തിട്ടില്ല, ഇവർ രാജിവെച്ച് പോയതാണ്. ഓക്കെ, അവർ രാജിവെച്ച് പോയതാണ്. ഈ ലാസ്റ്റ് അയച്ച ലിങ്ക് ലൈവ് കിട്ടുന്നില്ല. ആ ലൈവ് കിട്ടാത്തപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ആ തമിഴ് BB എന്ന് പറഞ്ഞില്ലേ, ഇവിടെ ടിച്ചിൻ്റെ അകത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ അടുത്ത ചാനൽ കാണിച്ചു തരും കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അതൊന്ന് അങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. അഥവാ ഞാൻ ലിങ്ക് ഇട്ടില്ലെങ്കിൽ ആ ടൈമിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് തമിഴ് BB എന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ കിട്ടും, അത് അടുത്ത ലിങ്ക് കിട്ടും. അപ്പോൾ അങ്ങനെ. പിന്നെ എന്തായിരുന്നു, ആരാ ചെയ്ത് ശരിയാണ്, ആ ചൂടുവെള്ളം വേണം അത് നേരെ. റസ്മിൻ ചെയ്ത ശരിയൊന്നും അല്ല. റസ്മിൻ അവിടെ ഓടിപ്പോയിട്ട് അത് ഓഫ് ചെയ്യേണ്ട ആവശ്യമൊക്കെ ഇല്ല. മറ്റവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോബോട്ടിന് എന്താണ് വികാരങ്ങളും വിചാരങ്ങളും ഒന്നുമില്ല, അതുകൊണ്ട് എന്ത് വേണോ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവിടെ പോയിട്ട് ഷോ കാണിച്ചത്. പക്ഷെ മറ്റവരൊക്കെ സംബന്ധിച്ച് ഓണർമാരുടെ അടുത്ത് ഷോ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓണർമാരൊക്കെ സ്വിച്ച് ഓഫ് ചെയ്യാം, വേണമെങ്കിൽ റോബോട്ടിനായിട്ട് പൊട്ടിക്കുകയും ചെയ്യാം. അപ്പോൾ ആ പൊട്ടിക്കലാണ് കിട്ടിയത്. ഇപ്പോൾ റോബോട്ടിൻ്റെ സ്ക്രൂ ഊരി എടുത്തതാണെന്ന് തോന്നുന്നു. പക്ഷേ അടിച്ചതൊക്കെ എന്തായാലും തെറ്റാണ്. പക്ഷേ അടിച്ചതിലൊക്കെ ഭയങ്കര ഇരട്ട നീതി, അതാണ് പ്രശ്നം. ജാസ്മിൻ അന്ന് റോക്കി യവനെ ഇടിച്ചതിൻ്റെ അന്ന് യവൻ കിടന്ന് പറഞ്ഞ് എനിക്ക് പരാതിയില്ല. എന്നിട്ട് റോക്കിയെ പുറത്താക്കി. ജാസ്മിൻ ജയിലിൽ കിടന്ന് മറ്റവനെ ഇട്ട് പൊട്ടിച്ച്, അത് ദേഷ്യത്തോടെ ഇട്ട് പൊട്ടിച്ചാണ്, വെറുതെ പൊട്ടിച്ചതല്ല, ദേഷ്യത്തോടെ ഇട്ട് പൊട്ടിച്ചാണ്. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് കൺഫെഷൻ റൂമില്ല, ഒരു വാണിംഗ് ഇല്ല, ഒന്നുമില്ല. ഇന്നിപ്പം റസ്മിനൊന്ന് പൊട്ടിച്ച് ഫുള്ളായിട്ട് എഡിറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ. ഫുള്ള് സാധനങ്ങൾ എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ടാണ് ലൈവല്ല 24/7 കാണിച്ചേക്കുന്നത്. ഇനി എപ്പിസോഡിൻ്റെ അകത്ത് ഇനി എങ്ങനെ കാണിക്കുന്നതെന്തോ. അപ്പോൾ എന്തായാലും അതിൻ്റെ അകത്ത് ഇതേണൊക്കെ കയറുന്നുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു കൺഫെഷൻ റൂമിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ടും പിന്നെ അതിനൊക്കെ ജാസ്മിൻ പറയുന്ന സമയത്ത്, ഈ കാര്യം പറയുന്ന സമയത്ത് എല്ലാം മ്യൂട്ടടിക്കുകയാണ് ചെയ്തത്. ഓക്കെ, പല സ്ഥലത്തും ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു, പക്ഷേ ഇത് ആ ടൈമിലെല്ലാം മ്യൂട്ടടിച്ച്. അതുകൊണ്ട് തന്നെ അടി എന്തായാലും കിട്ടി. പിന്നെ ബിഗ് ബോസ് പറയുകയും ചെയ്ത് ഇതേണക്കത്തുള്ള പ്രവർത്തികളുടെ അപ്പോൾ വാണിംഗ് കൊടുക്കുന്നു. അപ്പോൾ ഈ അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നല്ല കുറച്ച് ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ജാസ്മിൻ്റെ പല്ലും ചെള്ളയും പൊട്ടിയനെങ്കിൽ, അല്ലെങ്കിൽ കൈ ഒടിഞ്ഞനെ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നടന്നനെ. അപ്പോൾ ഇതേണക്കൊക്കെയാണ് ഇവരുടെ കാര്യങ്ങൾ.
ബിഗ് ബോസ് അങ്ങനെ പലതും കാണിക്കും. ബിഗ് ബോസിൻ്റെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എങ്ങനെയെങ്കിലും ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുപോകണം. മറ്റേത് ശ്വേത ചേച്ചിയൊക്കെ വന്നിട്ട് എന്ത് കാണിക്കുന്നുണ്ട്, ശ്വേത ചേച്ചി എന്തൊക്കെ വലിയ പ്ലാനും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. സീസൺ 1 അകത്ത മുട്ടക്കള്ളിയാണ് ശ്വേത ചേച്ചി. അപ്പോൾ ആ ശ്വേത ചേച്ചിയാണ് ഇവിടെ വന്നിട്ട് അടുത്ത ഇന്ന് ഇതുണ്ടാക്കുന്നത്. എന്തായാലും നടക്കട്ടെ, ശ്വേത ചേച്ചിയുടെ കളികളൊക്കെ നടക്കട്ടെ. സാബുവിൻ്റെ കളി ഇവരൊക്കെ സാബു എന്താണ് പറയുന്നതെന്ന് പോലും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇതിൻ്റെ അകത്തുള്ള പലർക്കും ഇല്ല. അരിയണ്ണനൊക്കെ എങ്ങനെ ഇരിക്കും? അരിയണ്ണനെ ഒരു സാധനം ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്താണ് ഇവിടുത്തെ കളി നടക്കുന്നതെന്ന് ഒരു സാധനം മനസ്സിലാവാത്ത ഒരു കഴിയായിട്ട് മാറിയേക്കണം ഭായി. രാവിലെ തന്നെ അവൻ പോയി മെഡിക്കൽ കണ്ടീഷൻ പറഞ്ഞു. ആ മെഡിക്കൽ കണ്ടീഷൻ പറയുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നു അവന് കക്കൂസി പോകാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. അരിയണ്ണന് കക്കൂസി പോകാൻ പറ്റുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. പിന്നെ അത് അതിൻ്റെ അകത്ത് പോയിട്ട് പറഞ്ഞ് ബിഗ് ബോസ് ആയിട്ട് പറഞ്ഞ്, നീ സ്ഥിരം ഡയലോഗ് ഉടനെ പറഞ്ഞ് മറ്റേ ഇത് എന്താണ് മറ്റേ സ്ഥിരം ഡയലോഗ്, നിങ്ങൾ വളരെ നന്നായിട്ടാണ് കളിക്കുന്നതെന്നൊക്കെ ഉള്ള ഡയലോഗൊക്കെ അടിച്ചു വിട്ട്. അപ്പോൾ അരിയണ്ണ അതും കേട്ടിട്ട് വന്ന്. പിന്നെ നമ്മുടെ സിജോ എന്തെങ്കിലും ജോലിക്ക് വിളിച്ച ഉടനെ സിജോ പറയുന്നത്, അയ്യോ എനിക്ക് മെഡിക്കൽ റെസ്റ്റ് പറഞ്ഞേക്കാണ്, എൻ്റെ പല്ല് പോവും, എൻ്റെ പല്ല് അനക്കാൻ പറ്റത്തില്ല, സംസാരിക്കാൻ പാടില്ല, മെഡിക്കൽ റെസ്റ്റാണ്, 2 ദിവസത്തേക്ക് മെഡിക്കൽ റെസ്റ്റ് പറഞ്ഞേക്കാണ്. പക്ഷേ അവിടെ എന്തെങ്കിലും കൊനഷ്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഈ അടി കഴിഞ്ഞിട്ട് എല്ലാവരും മിണ്ടായിരിക്കണം. അപ്പോഴത്തേക്ക് അതിൻ്റെ തൊട്ട് എരി കോഴി ഒഴിക്കില്ല, എണ്ണ കോഴി ഒഴിച്ച് കത്തിക്കാനായിട്ട് നോക്കുന്നത് സിജോ. അപ്പോൾ അവന് ഒരു കുഴപ്പമില്ല. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ നടക്കാൻ നേരത്തെ അവിടെ ഇരുന്ന് നുണ പറഞ്ഞ് ലവരെ ഞാൻ അടിക്കും, കസേര ഇട്ട് തന്നാൽ മതി, ഞാൻ കസേരയിൽ ഇരുന്ന് അടിക്കും, മറ്റതാണ് മറിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ കുറേ ജാസ്മിൻ അടി കിട്ടി. അഖിൽമാല പറഞ്ഞ സത്യമായി മാറുന്നുണ്ട്. റസ്മിനും ജാസ്മിനൊക്കെ അവിടെ അതിന് എന്തും ചെയ്യാം, ഒരേ കുഴപ്പമില്ല. അതെ, ഒരു കുഴപ്പമില്ല. അവരൊക്കെ എന്ത് വേണോ ചെയ്യാം, അവരൊക്കെ എന്ത് വേണോ ചെയ്യാം. അവിടെ അവരെ അടിച്ചാലും അതിൻ്റെ അകത്തിന് തല്ലി ശരിയാക്കി കഴിഞ്ഞാൽ അവർ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പറയും, വാണിംഗ് കൊടുക്കും. ജാസ്മിനാണ് ചെയ്യുന്നതെങ്കിൽ ഒന്നും പറയത്തില്ല. ജാസ്മിൻ മോള് തങ്കക്കൂടമാണ് അവരുടെ. ജാസ്മിൻ മോള് ബാക്കി കാണിക്കുന്ന മൊത്തം അവന്മാർ കാണിക്കുകയും ചെയ്യും, ജാസ്മിനെ ചീത്ത വിളിക്കാനായിട്ട് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ആൾക്കാരെല്ലാം ജാസ്മിനെ ചീത്ത വിളിക്കുന്ന ബിഗ് ബോസുകാർ ജാസ്മിന് സപ്പോർട്ടാണെന്നും പറയും. ഈ ജാസ്മിൻ കാണിക്കുന്ന സാധനങ്ങൾ മൊത്തം ഈ ബിഗ് ബോസിൻ്റെ ക്യാമറകൾ ഒപ്പിയെടുത്ത് അതിൻ്റെ എഡിറ്റർമാർ കൃത്യമായിട്ട് എഡിറ്റ് ചെയ്ത് ഈ സാധനങ്ങളെല്ലാം ജാസ്മിൻ കാണിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളെ കാണിക്കുന്നത് യവന്മാരാണ് തന്നെയാണ്, അല്ല വേറെ ആരുമല്ല. യവന്മാർ തന്നെയാണ് കാണിക്കുന്നത്. യവന്മാർ നമ്മൾ ഇത് ഇടാൻ നേരത്ത് നമ്മൾ പോയിട്ട് അവന്മാരെ ചീത്ത വിളിക്കും, ഇല്ലേ? നമ്മുടെ ബിഗ് ബോസ് അവരെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നത്. ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതേ കണക്കുള്ള കാര്യത്തിലൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. ടോപ്പ് 5 പ്രഡിക്റ്റ് ചെയ്യാൻ എന്തിന്? ടോപ്പ് 5 ആരെയാ? ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പ്രഡിക്ഷനൊന്നുമില്ല. ആരൊക്കെ ഔട്ടായി ഇപ്രാവശ്യം? എന്തായാലും ശ്രീരേഖ എന്തായാലും വീട്ടിൽ എത്തും. ശ്രീരേഖ എൻ്റെ പുന്നു, ശ്രീരേഖയുടെ എന്തെങ്കിലും ഒരു സാധനം കൊടുത്ത ശ്രീരേഖയുടെ അഭിനയം സാബുമോൻ ഇന്ന് ബിഗ് ബോസിനോട് റെസ്പെക്റ്റോട് തന്നെ സംസാരിച്ച, റെസ്പെക്റ്റ് ഇല്ലാതെ ഒന്നുമല്ല സംസാരിച്ച, അതൊരു നല്ല രീതിയിൽ തന്നെ സംസാരിച്ച, ആര് ഫണ്ണ് രീതിയിലാക്കിയെന്നേ ഉള്ളു. പിന്നെ ജാസ്മിനും മറ്റവളും പോയിട്ട് അതിൻ്റെ അകത്ത് പോയിട്ട് ഭയങ്കര റെസ്പെക്റ്റ് ആണല്ലേ. അതിൻ്റെ അകത്ത് കിടന്ന് ഉറങ്ങൽ, കൺഫെഷൻ റൂമിൻ്റെ അകത്ത് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങൽ, ഇതിൻ്റെ മുന്നേ കണ്ടിട്ടില്ലേ? പിന്നെ കൺഫെഷൻ റൂമിൻ്റെ അകത്ത് കാലിൻ്റെ മണ്ടയിൽ അല്ല സീറ്റിൻ്റെ മണ്ടയിൽ കയറി ഇരിപ്പ്, കിടന്നുറങ്ങൽ, ഭയങ്കര റെസ്പെക്റ്റാണ്. അതൊക്കെ ഭയങ്കര റെസ്പെക്റ്റാണ്. ജാസ്മിനൊക്കെ മറ്റേ കൺഫെഷൻ റൂമിൽ പോയി കഴിഞ്ഞാൽ തന്നെ അപ്പോഴേ ബിഗ് ബോസ് മറ്റേ അടുത്ത ക്ലീനിങ് സ്റ്റാഫിനെ വിളിക്കണം അതിൻ്റെ അകത്ത്. ഇന്നിപ്പോൾ കണ്ടില്ല എൻ്റെ എന്താ ആ കരച്ചിൽ കാണാതെ അത്ര ശരിയാണ് വരുന്നത്. നീയൊന്നും ചെയ്തില്ലടി, ഞാനൊന്നും ചെയ്തില്ലേ, നീയൊന്നും ചെയ്തില്ലേ, ഞാൻ ക്ഷമിച്ചടി. എന്താ അഭിനയം വരുന്നത്. പിന്നെന്തായിരുന്നു ഇന്ന്? പക്ഷേ ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവരെ അടി കൊണ്ടതും മറ്റേ ഇതൊക്കെ വിടാം. മറ്റേ ഈ അരിയണ്ണൻ്റെ കാര്യം ഓർത്തിട്ടാണ് എനിക്കിന്ന് ഇത് വന്നത്.
അരിയണ്ണ എന്താണ് കാണിക്കുന്ന അരിയണ്ണന്? കുറച്ചെങ്കിലും ബുദ്ധിയുണ്ട്. ഒരു ടാസ്ക്കാണ് നടക്കുന്നത്. ആ ടാസ്കിൻ്റെ എന്നിട്ട് മറ്റവനൊക്കെ ഇരുന്ന് ലാസ്റ്റ് അയ്യോ അങ്ങനെ നമ്മൾ ഇറങ്ങി പോവണ്ടായിരുന്നു, ടാസ്കിൽ നിന്ന് അങ്ങനെ ഇറങ്ങി പോവണ്ടായിരുന്നു, അതാണ് മറ്റതാണ് മറിച്ചതാണ്. എന്നിട്ട് ആ സമയത്ത് അവനെ കുറ്റം പറയും. എങ്കിൽ ഇവരൊക്കെ എല്ലാവരും ബാക്കി 4 എണ്ണം ഉണ്ടായിരുന്നല്ലേ, എൻ്റെ അല്ലെങ്കിൽ 3 പേരുണ്ടായിരുന്നല്ലേ, അവരൊക്കെ അപ്പോഴും പറഞ്ഞാൽ ഞങ്ങൾ ടാസ്ക് കളിക്കുന്നു, നിങ്ങൾ മാത്രം പോകുന്നൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ അതൊന്നും പറ്റൂല, അവരൊക്കെ ആ ടൈമിൻ്റെ അകത്ത് എല്ലാം ഞങ്ങൾ ഇതിൻ്റെ കൂടെ നിൽക്കുകയാണെന്ന് പറയും. എന്നിട്ട് മാറി ഇരുന്നിട്ട് ഈ അപ്സരയും നന്ദനെയൊക്കെ ഇരുന്നിട്ട് കുറ്റം പറച്ചില്ല അല്ലേ. അരിയണ്ണ ഇന്ന് അരിയണ്ണ തേഞ്ഞൊട്ടി. എന്നിട്ട് അത് പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല. തേഞ്ഞൊട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മാതിരി ഊളത്തരം കാണിച്ച് തേഞ്ഞൊട്ടിയവൻ. എന്ത് ബുദ്ധിയുണ്ട്? ടാസ്ക് ആണെന്നറിയാം. ഈ ടാസ്ക് ഇതിൻ്റെ മുന്നേ വന്നിട്ടുള്ള ടാസ്ക്കാണ്. യവൻ വിചാരിക്കുന്ന പ്രാങ്കാണെന്നാണ്. ഇതൊക്കെ പ്രാങ്കാണ്. പിന്നെ അതേയാണ് യവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയിട്ട് ഇതിന് പുറത്തിറങ്ങിയാൽ നമുക്ക് അവിടെ പോയിട്ട് അത് അടിച്ചു മാറ്റാം. ഇത് ബിഗ് ബോസ് പ്രത്യേകം പറയും, ഇതിൻ്റെ അകത്ത് നിന്നുള്ള ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ആ ഡയമണ്ടിൻ്റെ അകത്തും ഇതിൻ്റെ അകത്തും ഒന്നും ഒരു കാര്യമില്ലെന്ന് പ്രത്യേകം പറഞ്ഞു. സായി അരിയണ്ണനെന്ന് വിളിക്കാൻ കാരണം എന്താണെന്ന് നിങ്ങൾ ഈ അരിയണ്ണനെ ഇപ്പോഴാണ് അപ്പോൾ കാണുന്നത്. ഈ അരിയണ്ണ അവൻ്റെ ഒരു യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് തന്നെ ഇരുന്നിട്ട് അവൻ ഇതുകൊണ്ടാണ് അരി മേടിക്കുന്നത്, ഇതുകൊണ്ടാണ് അവൻ ഇതുകൊണ്ടാണ് അരി തിന്നുന്നത് അവൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അവൻ അരിയണ്ണനെന്ന് പറഞ്ഞാലേ അറിയാവൂ. സായി എന്ന് പറഞ്ഞ ഒരു പട്ടിക്ക് പറഞ്ഞുകൂടാ. മനസ്സിലായാ? സായി എന്ന് പറഞ്ഞൊരു ആൾക്കും അറിയത്തില്ല. അവൻ അരിയണ്ണനെന്ന് പറഞ്ഞാലേ അറിയാവൂ. ആ ഉണ്ണിമുഖത്തിൻ്റെ ഇൻ്റർവ്യൂ വരെ എടുത്ത് നോക്കിക്കോ. അങ്ങേര് വരെ പറയുന്നത് അവൻ അരി മേടിച്ച് തിന്നുന്നതാണെന്നെങ്കിൽ ഞാൻ 2 ചീത്ത അങ്ങോട്ട് വിളിക്കാമെന്നാണ് പറയുന്നത്. അവനാ അരിയണ്ണ അതാണല്ലോ ആ ഉണ്ണിമുഖത്തിൻ്റെ കേസിൽ തന്നെ അരിയണ്ണ എന്താണ് ചെയ്തത്, അതെടുത്ത് വെച്ചിട്ട് വീഡിയോ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഉണ്ണിമുഖൻ ആ ഇൻ്റർവ്യൂ പറഞ്ഞെന്താണ്, എൻ്റെ ചീത്ത വിളി കൊണ്ട് അവൻ്റെ അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും അരി മേടിച്ച് കൊടുക്കാനാണ് അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇനി ഒരു 10 ചീത്ത വിളിക്കാനും എനിക്ക് കുഴപ്പമില്ല. കാരണം അരി മേടിച്ച് തിന്നോട്ടെ. മനസ്സിലായി? അതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് വന്നിട്ട് അവൻ പറയുന്നത് ഞാൻ ഇപ്പോഴാണ് സായി കൃഷ്ണയായിട്ട് മാറിയത്. യവൻ ഇതല്ല, ഇതിൻ്റെ അപ്പുറത്തെ ഡയലോഗ് ആ യൂട്യൂബിൻ്റെ അകത്ത് കിടന്ന് പറയുന്നതാണ്. യൂട്യൂബിൻ്റെ അകത്ത് ഇതിൻ്റെ അപ്പുറത്തെ ഡയലോഗ് പറഞ്ഞവനാണ് അരി. ഇതിൻ്റെ അപ്പുറത്തെ ഇത് ഡയലോഗും അവൻ്റെ വോയിസ് റെക്കോർഡ് വേണോ ഞാൻ ഇട്ടുതരാം. അവൻ്റെ വോയിസ് റെക്കോർഡ് ഇതിൻ്റെ അത് ഈ ചാനലിൻ്റെ അകത്ത് ഇടണോ? ഇട്ടുതരാം. അവൻ്റെ ഒരു 45 മിനിറ്റ് പിന്നെ ഒരു 15 മിനിറ്റ് 25 മിനിറ്റ് ഒക്കെയുള്ള ഒരു വോയിസ് റെക്കോർഡുണ്ട്. വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടുതരാം, ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടുതരാം. നിങ്ങൾ കേട്ട് നോക്ക്. അത് ഫുള്ള് കേൾക്കണം. കേട്ടിട്ട് നിങ്ങൾ അവനെക്കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞാൽ മതി. അങ്ങനെ വേണമെങ്കിൽ ഇട്ടുതരാം. ഇടണം. അപ്പം ഇട്ടുതരാം, തീർച്ചയായിട്ടും ഇട്ടുതരാം. ഓക്കെ. അങ്ങനെ പിന്നെ ആരായിരുന്നു? പിന്നെ ഇന്നലെ ഇന്ന് ഏതൊക്കെ യൂട്യൂബർമാരിരുന്ന് വേറെ ഇത് പറയുന്നുണ്ട്. മറ്റേ എന്തായിരുന്നു ഒരു പെണ്ണ് വന്നില്ലായിരുന്നാ മറ്റേ ഇതിൻ്റെ ഹലോ കൂട്ടുകാരെ എന്ന് പറഞ്ഞൊരു ഐഡിക്കകത്തൊരു ഇതിട്ട് എന്തായിരുന്നു വീഡിയോ ഇട്ടായിരുന്നു. മറ്റേ ഈ ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ വെച്ച് ഇതിൻ്റെ അകത്ത് ഈ കാസ്റ്റിംഗ് കൗച്ച് നടക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ക്രീൻഷോട്ടൊക്കെ ഇട്ട്. എന്നിട്ട് അവൾ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളെ ഇതുവരെ ഡയറക്റ്റായിട്ട് അപ്രോച്ച് ചെയ്തിട്ടില്ല, അതിന് പകരം അവർ ഇൻഡയറക്റ്റായിട്ടാണ് പല സാധനങ്ങളും അപ്രോച്ച് ചെയ്തതെന്ന് ആ പെണ്ണ് അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതെടുത്ത് വെച്ചിട്ട് വേറെ കുറേ അവന്മാർ യൂട്യൂബിൻ്റെ അകത്ത് വീണ്ടും വേറെ കണക്കത്തെ യൂട്യൂബ് ഉണ്ടാക്കി വേറെ കണക്കത്തെ ഡയലോഗുകൾ പറഞ്ഞ് എന്നിട്ട് അതിൻ്റെ അകത്ത് കുറേ പേര് അതിൻ്റെ ഒരു വീഡിയോ ചെയ്തേക്കുന്ന ഒരുത്തൻ അവൻ ഇന്നലെ ഇരുന്ന് ഭയങ്കര പുണ്യാളനെ കണക്ക് എന്തൊക്കെയോ പറയുന്നത് കേട്ട്. ഇതിൻ്റെ മുന്നേ ചെയ്തേക്കുന്നൊരു വീഡിയോ ഞാൻ കണ്ട്. ഈ മറ്റേ സിബിൻ്റെ വൈഫിനെ കൊണ്ടുവന്നിട്ട് അവൻ്റെ വൈഫിനെ കൊണ്ടുവന്നിട്ടൊരു വീഡിയോ ചെയ്തേക്കുന്ന ഒരുത്തൻ സിബിൻ്റെ വൈഫിൻ്റെ ഇത് വെച്ചിട്ട്. ഞാൻ അന്ന് അവൻ്റെ അടുത്ത് പോയി ചോദിച്ചു, താഴെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, നീ ഇതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ടാണ് നീ ഈ വീഡിയോ ഉണ്ടാക്കി ഇടുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു എല്ലാം തിരക്കിയെന്ന് പറഞ്ഞു. എല്ലാം തിരക്കി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ വീഡിയോ ഇപ്പോൾ നിങ്ങൾ അവൻ്റെ ഏതോ ഒരു ചാനലുണ്ട്, ആ ചാനലിനകത്ത് അവൻ മുക്കുകയും ചെയ്ത്
എന്നിട്ട് അവ സിബിൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് അടുത്ത വീഡിയോ ഇട്ടു, സിബിൻ അവനെ കാണാൻ പോയതിന് ശേഷം. മനസ്സിലായോ? അത്ര നാറികൾ വരെ ഉണ്ടെന്നുള്ളതാണ്. കാരണം സ്വന്തം ഇതിൻ്റെ അകത്ത് നിന്നിട്ട് പറയും, എന്നിട്ട് ഇപ്പം അടുത്ത പെണ്ണിനെ പിടിച്ച് കയറി. കാരണം അവളെന്തോ പറഞ്ഞ്, അവൾ ഇത് പറഞ്ഞ്, മറ്റത് പറഞ്ഞെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ട്രൈക്ക് കൊടുത്ത് അത്രയേ ഉള്ളൂ. ഒരു സ്ട്രൈക്ക് കിട്ടിയതിൻ്റെ എഫക്റ്റായിരുന്നു അവന്മാർക്കൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ അങ്ങനെ നടക്കട്ടെ അതിൻ്റെ അകത്ത്. ഇനി എന്താണ് ജാസ്മിൻ്റെ ഗെയിമിനെ കുറിച്ച്? ജാസ്മിൻ ഗെയിം പറ്റി ഒപ്പീനിയൻ എക്സ്പെർട്ട് ഹൈജീൻ തിങ്സ് ആൻഡ് ലവ് ട്രാക്ക്. ജാസ്മിൻ നല്ല ഗെയിമറാണ് അതിൻ്റെ അകത്ത്, അതൊക്കെ ശരിയാണ്. ജാസ്മിൻ്റെ ഈ ലവ് ട്രാക്ക്, ഇതാണ് ഹൈജീൻ, ഇതെല്ലാം ഈ ഗെയിമിൻ്റെ അകത്ത് വരുന്ന സാധനമാണ്. ഇതെല്ലാം ഒഴിച്ച് മാറ്റി നിർത്തിയിട്ട് ഒരാളെ നോക്കാനായിട്ടല്ല ആ ഗെയിമെന്ന് പറയുന്നത്. ബിഗ് ബോസിൻ്റെ അകത്ത് ആ വാതിൽ തുറന്ന് അകത്ത് കയറുന്ന തൊട്ട് അതിൻ്റെ അകത്ത് നടക്കുന്നതെല്ലാം വിലയിരുത്തിയിട്ടാണ് ആൾക്കാർ വോട്ട് ചെയ്യുന്നത്. അല്ലാതെ ജാസ്മിൻ അവിടെ മറ്റേ ടാസ്കിൻ്റെ അകത്ത് പോയിട്ട് എന്ത് ചെയ്യുന്നതെന്ന് നോക്കിയിട്ടല്ല ആൾക്കാർ വോട്ട് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് ഒരാൾക്ക് വോട്ട് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ലൈവ് നോക്കിക്കഴിഞ്ഞാൽ ജാസ്മിനൊന്നും അതിൻ്റെ അകത്തൊരു സ്ക്രീൻ സ്പേസ് ഇല്ല. അതിൻ്റെ അകത്ത് എവിടെയാണ് ജാസ്മിൻ സ്ക്രീൻ സ്പേസ് ഉള്ളത്? ഇപ്പം ഇന്ന് ഈ അടി കിട്ടിയ കാരണം ജാസ്മിൻ സ്ക്രീൻ സ്പേസ് കിട്ടി. അകത്ത് കൺഫഷൻ റൂമിൻ്റെ അകത്ത് കരച്ചില്ല, അതും കുറച്ചേ കാണിച്ചോളൂ, പകുതി കൂടുതലും കാണിച്ചില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ജാസ്മിനൊക്കെ എവിടെയാണ് ഇപ്പം ഈ ഗബ്രി പോയതിന് ശേഷം എവിടെയാണ് കിട്ടുന്നത്? ഇന്നലെ രാത്രി ജാസ്മിനെ കാണിച്ച എവിടെയാണ്? സാബുമോൻ്റെ കൂടെ ഇരുന്നത്. എന്നിട്ട് സാബുമോൻ്റെ കൂടെ പിന്നെ എണീറ്റ് പോവുകയും ചെയ്ത്. പിന്നെ ജാസ്മിൻ ഇപ്പം എങ്ങനെയെങ്കിലും മറ്റേ എവൻ്റെ കൂടെ പിടിക്കാൻ നോക്കിയേക്കാണ്. എന്താണ്? അർജുൻ്റെ കൂടെ. ഇപ്പം അർജുനെ താങ്ങിയാണ് നടക്കുന്നത്. വല്ലാത്ത നടപ്പാണത്. അയ്യോ, അരിയണ്ണൻ്റെയാണ് ഞാൻ പറഞ്ഞത്. അരിയണ്ണൻ ഈ ടാസ്ക് ഒരു മണ്ണാങ്കട്ട മനസ്സിലായിട്ടില്ല. പ്രത്യേകിച്ച് ഈ ടാസ്ക് കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ട്, അതിൻ്റെ സെയിം ഈ സാധനം വന്നിട്ടുണ്ട്. അത് കണ്ടിട്ട് പോലും മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി അവനില്ലെന്നുള്ളതാണ്. അവ ഇപ്പോഴും വിചാരിക്കുന്നത് ഇതിൽ നിന്ന് പുറത്തിറങ്ങി ഈ ടാസ്കിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ പുറത്തിരുന്ന് ഭയങ്കര ഗെയിം കളിക്കാം, ഭയങ്കര എന്തൊക്കെ ഉണ്ടാക്കാം, പിന്നെ അകത്ത് കയറി മറ്റേ സാധനം അടിച്ച് മാറ്റാം. അടുത്തെന്തെങ്കിലും സാധനം ഇരിക്കുന്നത് അത് അടിച്ച് മാറ്റാൻ അറിയത്തില്ല അവന്. എന്നിട്ടാണ് ഇനി മറ്റേ റൂമിൻ്റെ അകത്ത് പോയിട്ടുള്ള സാധനം അടിച്ച് മാറ്റാനിട്ടിരിക്കുന്നത്. അത് ബിഗ് ബോസ് അതിൻ്റെ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞ് നിങ്ങളെ ഈ ടാസ്കിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. ബിഗ് ബോസ് പിന്നെ എത്ര പ്രാവശ്യം അടുത്ത് ചോദിച്ചു നിങ്ങൾ ഇതിൻ്റെ അകത്ത് തുടരാൻ. ഈ വന്നിരുന്ന് കഥയങ്ങ് പറയാണ്. അപ്സരയൊക്കെ വന്നിരുന്ന് കഥ പറയാൻ തുടങ്ങി. അപ്പോൾ ബിഗ് ബോസ് വരുന്ന ചുരുക്കി പറയാം മക്കളെ എന്ന് പറഞ്ഞ്. അപ്പോൾ ഉടനെ അരിയണ്ണം തുടങ്ങി കഥ. അരിയണ്ണം പറഞ്ഞ് തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ബിഗ് ബോസ് ഇടപെട്ട് നിങ്ങൾക്ക് ഈ ടാസ്കിൽ തുടരാൻ താല്പര്യമുണ്ടോ, അതാ നിങ്ങളെ തീരുമാനം അവസാനമാണ്. അപ്പോൾ പറഞ്ഞ് അവസാനമാണ്. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും മക്കളെ, നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ അകത്ത് പങ്കെടുക്കാൻ പറ്റത്തില്ല, അതാണ് മറ്റാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ്. ഉടനെ പറഞ്ഞ് അല്ല ബിഗ് ബോസ് ഞങ്ങൾക്ക് ആലോചിക്കണം. എന്താലോചിക്കാൻ? പിന്നെ അവസാനം ഈഗോ വർക്ക് ചെയ്തപ്പോഴത്തേക്ക് പിന്നെ ടാസ്കിൻ്റെ പുറത്ത് പോയാലും പിന്നെ അകത്ത് നിന്നിട്ട് എന്ത് പറയാനായിട്ടാണ്? അകത്ത് നിന്നിട്ട് വീണ്ടും മറ്റവരെ കാല് പിടിക്കണം. ബിഗ് ബോസ് വരെ പറയും നിങ്ങൾ പോയിട്ട് HR-നെ അല്ലെങ്കിൽ മറ്റവരുടെ അടുത്ത് പറഞ്ഞിട്ട് ആ ടീമിൽ കയറാൻ പറയും. അപ്പോൾ ഇവന്മാരൊക്കെ അവിടെ ഈഗോ വർക്ക് ചെയ്ത് അയ്യോ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിനി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വില പോവും. അങ്ങനെ ജിൻഡോയെ പറ്റി സാബുവൻ പറഞ്ഞു കേട്ടോ. ജിൻഡോയെ പറ്റിയൊക്കെ കേട്ട് എല്ലാവരെയും പറ്റി. ഇവരെ ഗെയിമല്ല പറഞ്ഞത്, അവർ പറഞ്ഞതിനകത്ത് ഈ ഗെയിമൊന്നും തെറ്റിദ്ധരിക്കാതെ അത് ജിൻഡോയെ പറ്റിയും എന്താണ് ജാസ്മിനെ പറ്റിയാണ് പറഞ്ഞത്. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ബെസ്റ്റ് ചൊറിച്ചിലാണെന്ന് പറഞ്ഞാൽ ചൊറിച്ചിലിൻ്റെ അങ്ങേറ്റമാണ് രണ്ടുപേരും. അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിക്കഴിഞ്ഞാൽ നല്ല ചൊറിച്ചിലാണെന്നാണ് പറഞ്ഞത്. അതാണ് അവരെ ബെസ്റ്റ് സാധനം എന്ന് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അത് ബെസ്റ്റ് ഗെയിമർ എന്നല്ല പറഞ്ഞത്. അതിൻ്റെ അകത്ത് ഇവർ രണ്ടുപേരും അടിപൊളി ചൊറിച്ചിലാണ്. നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. നല്ല ബെസ്റ്റ് ചൊറിച്ചിൽ. അത് കറക്റ്റാണ്. അത് കറക്റ്റല്ലേ? ഈ ജാസ്മിനും മറ്റേ ജിൻഡോയും ചൊറിച്ചിലിൻ്റെ കാര്യത്ത് വളരെ എനിക്ക് ഭയങ്കര സ്നേഹമാണ് ഇടയ്ക്കിടയ്ക്ക്. ഇന്നാസം കണ്ടില്ല ജിൻഡോയ്ക്ക് വാരി കൊടുക്കുന്ന ജാസ്മിൻ പോയിട്ട്, അത് കണ്ടില്ല ആരും? അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ടാകും. ജിൻഡോയ്ക്ക് പോയി ചോറ് വാരി കൊടുത്ത് ജാസ്മിൻ, ആരും കണ്ടില്ല രാത്രി? അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം പൊരിഞ്ഞ് അടി നടത്തും അല്ലേ? അതാണ് അവരുടെ ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ടാസ്ക് നിർത്തി വെച്ചേക്കാണ് ഇപ്പോൾ. എല്ലാം സൈഡായി. ഹോട്ടൽ ടാസ്ക്
കായിക അധ്വാനങ്ങൾ ഒന്നുമില്ലാത്ത ടാസ്കിൽ എല്ലാം സൈഡായി. അയ്യോ, എന്തായാലും വളരെ മികച്ച തീരുമാനങ്ങളൊക്കെ ആയിരുന്നു എന്തായാലും. പിന്നെന്തായിരുന്നു, റസ്മിനെ എവിക്റ്റ് ചെയ്യണം. ഇപ്പം എവിക്റ്റ് ചെയ്യും, ഇപ്പം അങ്ങോട്ട് പറഞ്ഞാൽ മതി. അവരവിടെ പോയിട്ട് പറഞ്ഞ് ഇല്ല പറ്റൂല, റസ്മിനെയും നിന്നെയും നിനക്ക് പരാതി ഉണ്ടോ? അയ്യോ ചേട്ടാ എനിക്കൊരു പരാതിയില്ലേ, അവളെൻ്റെ മോളാണേ, തങ്കക്കുടമാണേ. ഓക്കെ, ജെം ആരെടുക്കും? ജെം ആരും എടുക്കാനത്തൊന്നുമില്ല. ഇപ്പോഴത്തെ യവന്മാരുടെ സ്തുതി അനുസരിച്ച് ആരും എടുത്തുകൊണ്ട് പോകാനൊന്നും പോകണില്ല. ഈ ടാസ്ക് ജിൻഡോയ്ക്കാണ് കൊടുത്തേക്കുന്നത്. അതായത് ലവൾ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ ഈ ജെം അടിച്ച് മാറ്റിക്കൊണ്ട് പോകാതിരിക്കാൻ നോക്കാനുള്ള ആൾ ജിൻഡോയാണ്. ജിൻഡോയുടെ കണ്ണ് വെട്ടിച്ച് ആ സാധനം ആരെയും കൊണ്ടുപോകുന്നു തോന്നുന്നുണ്ടോ? ഇല്ല. ഈ സാധനം പോകാൻ നേരത്ത് ഒന്ന് ജിൻഡോയ്ക്ക് കിട്ടും, അല്ലെങ്കിൽ ജാസ്മിന് കിട്ടും. ഇതിനാണ് ചാൻസ് ഉള്ളത്. ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾക്കായിരിക്കും ഈ ജെമ്മ് കിട്ടുന്നത്. ഇനി ചിലപ്പം മാറിയും കൊടുക്കാം കേട്ടാ, ചിലപ്പം മാറിയും കൊടുക്കാം. അൻസിബയ്ക്കൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്, വേറെ ആരൊക്കെ കിട്ടാൻ ചാൻസ് ഇല്ല. അർജുനെന്ന് അവരൊരു ഗെയിമറായിട്ട് പോലും കണ്ടിട്ടില്ല. വന്ന ആൾക്കാരും അർജുന, ശ്രീധൂന, അവരെയൊന്നും ഒരു ഗെയിമറായിട്ട് പോലും കണ്ടിട്ടില്ല അവർ. അതവരുടെ ഇത് കാണുമ്പോൾ തന്നെ അറിയാം. ജിൻഡോ എവിക്റ്റ് ആക്കാൻ, അതിന് ജിൻഡോ ഒന്നും ചെയ്യുന്നില്ല. ജിൻഡോ അവിടെ മാന്യമായിട്ട് ഇരിക്കുകയല്ലേ. ജിൻഡോ ഇതിനെ എവിക്റ്റ് ആക്കാനായിട്ട് ജിൻഡോ അവിടെ നിന്ന് വെറുതെ ചുമ്മാ അവിടെ ഇരിപ്പുണ്ട്. അവിടെ അത് വെറുതെ ചുമ്മാ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി ഒന്നും കൂടാതെ കേട്ടോ. അവരിന്ന് ടാസ്ക് ഇന്ന് ജിൻഡോയും പിന്നെ അർജുനും അടിപൊളിയായിട്ടാണ് ചെയ്തത്. അടിപൊളിയെന്ന് വെച്ചാൽ അവന്മാർ അത്ര കഷ്ടപ്പെട്ടെന്ന്. ഇന്നത്തെ ഇതിൻ്റെ അകത്ത് ജിൻഡോയും ഈ അർജുനും ഭയങ്കര രീതി കഷ്ടപ്പെട്ടവന്മാർ നല്ല അടിപൊളിയായിട്ട് ജോലികൾ ചെയ്ത്, പ്രത്യേകിച്ച് ആ റൂം അവന്മാർ ക്ലീനാക്കിയത്, പിന്നെ ആ ബാത്റൂമിൻ്റെ അകത്ത് ഫുള്ള് ടിഷ്യൂ കീറിയിട്ടിട്ട് അഴുക്കാക്കി ഇട്ടിരുന്ന്. ഓക്കെ, ഇതെല്ലാം ചെയ്തിട്ടും അവന്മാർ പോയിട്ട് ഇത് ക്ലീൻ ചെയ്ത് നല്ല അടിപൊളിയാക്കി. ആ റൂം ഫുള്ള് ക്ലീൻ ചെയ്ത് അടിപൊളിയാക്കി. എന്നിട്ട് ബാക്കിയുള്ള റൂമൊക്കെ ക്ലീൻ ചെയ്ത്, ഇനിയിപ്പോൾ ഇന്ന് ഈ റൂം ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ക്ലീൻ ചെയ്യും അവന്മാരുടെ റൂം തന്നെ. അങ്ങനെയൊക്കെ. ശ്രീതു അതിൻ്റെ കൂടെ ഇടയ്ക്ക് മറ്റേ സെക്യൂരിറ്റി ആയിരുന്നെങ്കിലും വന്ന് ക്ലീനൊക്കെ ചെയ്ത് ശ്രീതുവും വന്നിട്ട്. പക്ഷെ അവരൊന്ന് ഇത് കിട്ടാൻ ചാൻസ് കുറവാണ്. ഈ ഡയമണ്ട് കൊടുക്കാൻ ചാൻസ് കുറവാണ് അവർക്കൊക്കെ. ഈ ഒന്ന് ജിൻഡോ അല്ലെന്നുണ്ടെങ്കിൽ ജാസ്മിൻ, പിന്നെ അൻസിബ. ഇതാരും അല്ലെങ്കിൽ നോറ കൊണ്ടുപോകും, അതിന് ചാൻസ് ഉണ്ട്. കാരണം സാവു മോനെ നോറ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നോറയുടെ ഗെയിം. കാരണം നോറയെ പ്രൊവോക്ക് ചെയ്യാനായിട്ട് ഇന്നലെ നോറയെ പ്രൊവോക്ക് ചെയ്യാൻ നോക്കിയിട്ട് എന്ത് പറ്റി? പ്രൊവോക്ക് ചെയ്യാൻ പറ്റുക ഇല്ല. നോറയൊക്കെ വേറെ ലൈൻ പിടിച്ചേക്കാണ്. ഇന്നിപ്പോൾ പ്രൊവോക്കായി ജാസ്മിൻ്റെ കാര്യത്തിൽ. ജാസ്മിൻ ഇത് പറഞ്ഞു, അത് ജാസ്മിൻ പറഞ്ഞല്ല താത്തട്ടെ, അതായത് സിജോ ആയിരുന്നു അവിടുത്തെ ഇരുന്ന്. ഈ സിജോ ഇരുന്ന് ഇങ്ങനെ കിണുകിണങ്ങനെ അടിച്ചിട്ടാണ്. ഇനി സിജോയ്ക്ക് അടുത്ത പല്ലും പോകാൻ ചാൻസ് ഉണ്ട്. അത് കിട്ടുന്ന ചിലപ്പോൾ റസ്മിൻ്റെ കയ്യിൽ നിന്നായിരിക്കും. അതിനുള്ള ചാൻസ് ഉണ്ട്, ഒന്നുകൂടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതേ കണക്കാണ് സിജോ പോകണമെന്നുണ്ടെങ്കിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് എവിടെയും പോയിരുന്ന് ഇതാണ്ടാകും. ജോലി ചെയ്യാൻ പറഞ്ഞാൽ അപ്പം അവന് ഇത് വരും, മെഡിക്കൽ റെസ്റ്റ്. ജോലി ചെയ്യാൻ പറഞ്ഞാൽ അപ്പം മെഡിക്കൽ റെസ്റ്റാണ് അവൻ്റെ വയ്യ, അവന് ഇതൊക്കെ റെസ്റ്റ് വരും. അനക്കി കൂടെ കുനിഞ്ഞ് നിന്നുകൂടാ എന്നൊക്കെ വരും. അതേസമയം നുണ പറയാനായിട്ട് ഒരു മെഡിക്കൽ റെസ്റ്റും ഇല്ല. ഫുൾ എത്ര നേരം വേണമെങ്കിലും അവൻ്റെ പ്രവർത്തിക്കും. ഇന്ന് ശ്രീരേഖയുടെ അടുത്തിരുന്ന് നുണ പറയുന്നത് എത്ര നേരം ഉണ്ടായിരുന്നു. എന്നിട്ട് അവന് വാഴച്ച ഒന്നുമില്ല, അപ്പോഴൊന്നും കുഴപ്പമില്ല. അല്ലാത്തപ്പോൾ അവന് ഭയങ്കര വാഴക്കലാണ് ജോലി ടൈമിൻ്റെ അകത്ത്. പിന്നെന്ത് നടന്നു? പിന്നെ ബിഗ് ബോസുകാർ രാവിലെ തന്നെ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ
ഇവർ ചില ടാസ്ക് ചെയ്യാൻ നേരത്ത് മറ്റവർ വന്നിട്ട് പറയത്തില്ല നിങ്ങൾ അതിൻ്റെ അകത്ത് ഇത് കണക്ക് ചെയ്യരുത്, നിങ്ങൾ അവിടെ നിന്ന് മാറി നിൽക്കണം, മറ്റത് ചെയ്യണമെന്നൊക്കെ ഉള്ള. അപ്പോൾ അതൊക്കെ ഇന്ന് ബിഗ് ബോസ് പറഞ്ഞ് പവർ ടീമിൻ്റെ അടുത്ത് അങ്ങനെ ചെയ്യരുതെന്ന് രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട, അത് അവർ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ ഇടപെടാവൂ എന്ന് പവർ ടീമിൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കാണാത്ത കുറേ എണ്ണമാണ് മറ്റേ 24/7 കാണാതിരിക്കുന്നത്. എന്നിട്ട് വന്നിട്ട് പറയുമ്പോൾ അയ്യോ പവർ ടീം ഒന്നും ചെയ്യുന്നില്ല, പവർ ടീം വെറുതെ ഇരിക്കുന്നു. രാവിലെ പവർ ടീമിൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞേക്കുന്നത് നിങ്ങളൊന്നും ചെയ്യരുത്, അവരുടെ പ്രവർത്തികളിനകത്ത് നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് ബിഗ് ബോസാണ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് പിന്നെ വന്നിട്ട് മറ്റേ ഇതൊക്കെ കാണണ്ടേ, ഇതൊന്നും കാണാതെ വന്നിരുന്നിട്ട് അയ്യോ പവർ ടീം ഒന്നും ചെയ്യുന്നില്ലേ, പവർ ടീം ഒന്നും ചെയ്യുന്നില്ല, പവർ ടീമിൻ്റെ അടുത്ത് ഒന്നും ചെയ്യേണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ പവർ ടീമിനെ നെഗറ്റീവ് ആക്കാൻ നോക്കുന്നത് അവിടെ ഈ സിജോയും പിന്നെ അൻസിബ അല്ലല്ലേ, അപ്സര, പിന്നെ ആരാണെന്ന് മറ്റേ ഇവർ എന്തായിരുന്നു അവൻ്റെ പേര്, ഈ സിജോയും അപ്സരും തന്നെയാണ്. വേറെ ആര്, പിന്നെ നന്ദന എന്താണോന്ന് വിചാരിക്കുന്ന ഈ നോറയൊക്കെ യഥാർത്ഥമായിട്ട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതുപോലും ഇവർ നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്. ഇവരാണ് ഈ കുറച്ച് പേരാണ് നെഗറ്റീവായിട്ട് എടുക്കുന്നത്. ഈ അതേ കണക്ക് തന്നെ ഈ ജാസ്മിനെ എരികേറ്റി വിട്ട് മറ്റവരെ എരികേറ്റി വിട്ടത് നോറയാണെന്ന് പറയുന്നത്. ജാസ്മിനെയാണ് എരികേറ്റി വിട്ടത്, അത് എരികേറ്റി വിട്ടത് സിജോ പറഞ്ഞു കൊടുത്ത കണക്കാണ് ജാസ്മിൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ജാസ്മിനെ നെഗറ്റീവാണെന്നേ ഉള്ളൂ, അല്ല വേറെ ആരൊക്കെ അല്ല. ജാസ്മിൻ കളിക്കുന്നത് സിജോയുടെ വാലാട്ടായിട്ടാണ് ഇപ്പോൾ കളിക്കുന്നത്. സിജോ പറഞ്ഞു കൊടുത്ത കണക്കല്ലേ കളിക്കുന്നത്. സിജോ പറഞ്ഞു കൊടുക്കുന്ന ഇങ്ങനെ കളിക്കണം, അയ്യോ നീ ഇങ്ങനെയാണ് ചെയ്യാനുള്ള, നമുക്ക് അവരെ അടിക്കണം, ഫ്രണ്ടിൽ നിന്ന് അടിക്കണം, ബാക്കിൽ നിന്ന് അടിക്കണം, കസേര ഇരുത്തി ഞാൻ അടിക്കും. എന്തൊക്കെ ഇതാണ്, തള്ളാണ് സിജോ. അരിയണ്ണൻ പിന്നെ ഇങ്ങനത്തെ തള്ളില്ല. അരിയണ്ണൻ പോയി ഫുള്ള് പ്ലാനിങ് മൊത്തം 3G ആവുകയും ചെയ്യും. നിറച്ച് രാവിലെ തൊട്ട് വൈകിട്ട് വരെയും പ്ലാനിങ് ആണ്. പക്ഷേ എല്ലാ പ്ലാനും 3G പ്ലാനാണ്. 5Gയിലേക്ക് എത്തി, ലോകം തന്നെ 5Gയിലും 6Gയിലേക്കൊക്കെ എത്തുന്നത്. അരിയണ്ണ ഇപ്പോഴും 3G പ്ലാനിലേക്കാണ്. ജാസ്മിനും യെല്ലോ കാർഡ് കിട്ടുന്നേ, അത് യെല്ലോ കാർഡ് കിട്ടുന്നതൊക്കെ മറ്റേ യെല്ലോ കാർഡും പിന്നെ ഈ ഒരാളെ മറ്റേ ഇൻസൾട്ട് ചെയ്യുന്നതൊക്കെ ഒരാൾ മറ്റേ വിരലുയർത്തി കാണിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര കുറ്റവും. ബിഗ് ബോസ് വാണിങ് അവിടെ. പിന്നെ മോഹൻലാൽ സംസാരിക്കുമെന്ന് പറയുന്ന അതിനെക്കുറിച്ച് ഇതൊക്കെ അവിടെ തന്നെ പറയും. ഓക്കെ, എന്നിട്ട് മോഹൻലാൽ വന്നിട്ട് അവനെക്കുറിച്ച് സാധനങ്ങൾ നെഗറ്റീവ് പറയും ഫുള്ള്. എന്നിട്ട് ഇപ്പം അതിൻ്റെ അകത്ത് പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, കണ്ടില്ല ആരും പുതിയ അപ്ഡേറ്റ് അതിനെക്കുറിച്ച്. മരുന്ന് കൊടുത്തതിൻ്റെ മരുന്നിൻ്റെ പേര് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. 6 മാസം മുതൽ 1 വർഷം വരെ രോഗലക്ഷണങ്ങളുള്ള ആൾക്കാർക്ക് കൊടുക്കേണ്ട മരുന്ന് യാതൊരു സാധനം ഒരു ഇതും ഇല്ലാതെ ഈ അവന് കൊടുത്തേക്കുന്നു. എന്താണ് ഈ സിബിന് കൊടുത്തത്. ഓക്കെ, അങ്ങനെ 2 മരുന്ന്, ഭ്രാന്തിൻ്റെ മരുന്നുകൾ. അതൊന്നും ആരും അറിഞ്ഞില്ല. എനിക്ക് അറിഞ്ഞോ? ഇതൊക്കെ ചെയ്തു വെച്ചിട്ട് മോഹൻലാൽ നിന്ന് മറ്റേ ഒരു അമ്പലത്തിൽ പോയിട്ട് അപ്പുറത്തോട്ട് ചാടുന്നു ഇപ്പുറത്തോട്ട് ചാടുന്നു ശത്രു സംഹാര പൂജ. എന്നിട്ട് മറ്റേ തേങ്ങ ഉടയ്ക്കുന്നതിൻ്റെ അകത്ത് ശത്രു സംഹാര പൂജയാണ് മോഹൻലാലിൻ്റെ. കണ്ടില്ലേ? അത് 24ൻ്റെ മറ്റേ ഇത് റീലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണും. 24ൻ്റെ റീലെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. മോഹൻലാലിൻ്റെ ശത്രു സംഹാരം. ഇത് ശത്രു സംഹാരം ഇതാണ്. കടത്തിയാലൊന്നും പോരാ മോഹൻലാലേ. ഒരുത്തന്നെ ഭ്രാന്താക്കാൻ മരുന്ന് കൊടുത്ത ടീമാണ്. എന്നിട്ട് അവന്മാരെ വന്ന് ന്യായീകരിക്കുകയാണ് ചെയ്തത്. അവന്മാർ ചെവി കൂടെ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ആയിരിക്കും. പക്ഷെ അങ്ങേര് ഈ മോഹൻലാലിൻ്റെ അടുത്ത് മോഹൻലാൽ ഇതിൻ്റെ അകത്ത് തന്നെ പറഞ്ഞു. ചിലർ വന്നിട്ട് പറയുന്നുണ്ട് മോഹൻലാൽ വെറും ആങ്കറാണ്, മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ. ഈ റസ്മിൻ തന്നെ ഒരു ചോദിച്ച ചോദ്യത്തിന് മോഹൻലാൽ ഒരു സമയത്ത് ഇതേ സീസണിൻ്റെ അകത്ത് പറഞ്ഞ ഉത്തരവുണ്ട്. ഞാൻ കാണാറുണ്ട്, കണ്ടിട്ടാണ് ഞാൻ വന്ന് പറയാറുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലേ? അങ്ങനെയല്ലേ എൻ്റെ മോഹൻലാൽ പറഞ്ഞത്?
മോഹൻലാലിൻ്റെ എപ്പിസോഡ് കണ്ട ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ കാണാറുണ്ട്, ഞാൻ കണ്ടിട്ടാണ് വന്ന് പറയാറുള്ളതെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങേരെ ചീത്ത വിളിക്കുന്നതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? അപ്പം അങ്ങേര് കണ്ടിട്ടാണ് വന്ന് ഇതണക്കുള്ള വികാരം അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് അങ്ങേരെ തന്നെയല്ലേ പറയാനുള്ളത്. അങ്ങേരെ ചെവി പറഞ്ഞു കൊടുക്കുന്നവന്മാർക്ക് മാത്രമല്ല കൊടുക്കാനുള്ളത്. ആണോ? അല്ല, അങ്ങേര് കണ്ടിട്ടാണ് പറയുന്നത്. അങ്ങേരാണ് പറഞ്ഞത്, നമ്മളാരും പറഞ്ഞില്ല. അങ്ങേര് സ്വയം പറഞ്ഞാണ് വന്ന് നിന്നിട്ട് ഞാൻ എപ്പിസോഡുകൾ കണ്ടിട്ട് ഇതൊക്കെ ഞാൻ കണ്ടിട്ടാണ് വന്ന് ഇവിടെ നിന്ന് പറയുന്നത് എന്ന് അങ്ങേര് തന്നെയാണ് പറഞ്ഞത്. വേറെ ആരുമല്ല പറഞ്ഞത്, അങ്ങേര് തന്നെ എന്നൊന്ന് പറഞ്ഞത് അല്ലേ. എന്നിട്ട് അപ്പം ശത്രു സംഹാര പൂജയും പിന്നെ ഒരു പൂജ നടത്തിയാൽ പോരാ, 10-15 പൂജയൊക്കെ നടത്തുന്നത് നല്ലതാണ്. കാരണം ആൾക്കാർ മൊത്തം ഇതണക്കത്തെ ഇതിൽ നിൽക്കുകയാണ്. പിന്നെ പോരാത്തതിന് മറ്റേ ഈ സിബിന് ആ ചെറുക്കന് ഭ്രാന്തിൻ്റെ മരുന്ന് കൊടുത്ത് അത് ന്യായീകരിക്കാനായിട്ടാണ് നടക്കുന്നത്. ഇപ്പോൾ അത് ന്യായീകരിക്കാനായിരുന്നല്ലോ അടുത്ത എപ്പിസോഡിൻ്റെ അകത്ത് വന്നത്. അടുത്ത എപ്പിസോഡിൻ്റെ പകുതി കൂടുതലും എന്തായിരുന്നു, തുടങ്ങിയപ്പം ആദ്യത്തെ കുറേ മിനിറ്റ് ന്യായീകരണം, അവസാനിക്കുന്ന മുമ്പേ വീണ്ടും ന്യായീകരണം. ഇതേ കണക്കൊക്കെ നടക്കുന്ന ഇത് എത്രയൊക്കെ ചെയ്തിട്ട് എന്ത് കിട്ടാനായിട്ടാണ്? ഒരു നല്ലൊരു പ്ലെയറായിരുന്നു, അവനെ പിടിച്ച് പുറത്താക്കി വെച്ചിട്ട് ബ്രോ നൗ ദ സിറ്റുവേഷൻ റസ്മിൻ ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് റസ്മിനെ പുറത്താക്കത്തില്ല. അവർ ക്ഷമിച്ച് കഴിഞ്ഞല്ലോ അവിടെ. ഇനി എന്തിനാണ് പുറത്താക്കുന്നവർ? അവർ ക്ഷമിച്ച് കഴിഞ്ഞ് അതെല്ലാം സോൾവ് ആക്കി കഴിഞ്ഞ അവിടെ. അതായത് പെണ്ണിനെ തല്ലിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, ആണിനെ തല്ലിയാലും പ്രശ്നമില്ല. ആണിനെ തല്ലിയാൽ പ്രശ്നമാണ്, ഏതെങ്കിലും പെണ്ണിനെ ഒന്ന് നോക്കി വിരൽ ഉയർത്തിയാലും പ്രശ്നമാണ്. അല്ലേ? ഇത്രയുള്ളു. അൻസിബ പ്ലേഡ് ഹിയർ, അവരവിടെ ഗെയിം കളിക്കാനാണ് പോയേക്കുന്നത്. മനസ്സിലായില്ല, അല്ലാതെ അവർ മറ്റേ ഇത് കാണാനായിട്ടല്ല പോയേക്കുന്നത്. അൻസിബ വിഷം കുത്തിയാലും ആര് വിഷം കുത്തിയാലും അവിടെ പോയി നിൽക്കുന്നവർ കളിക്കാനായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ഈ ജാസ്മിന് വിഷം കുത്തിയെന്ന് പറഞ്ഞോട്. ജാസ്മിന് വിഷം കുത്തി. ആര് കുത്തി? സിജോ കുത്തി. കാണാത്തവന്മാർ പോയിട്ട് ലൈവിൻ്റെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ലൈവ് നീ കിട്ടുന്നവർ അവിടെ പോയി നോക്കണം. ജാസ്മിന് വിഷം കുത്തിയേക്കുന്നത് സിജോ എന്തിന് കുത്തുന്നു? ജാസ്മിൻ ഫാൻസിൻ്റെ വോട്ട് കിട്ടാനായിട്ട്. അതായത് ജാസ്മിൻ്റെ മൂഡ് താങ്ങി നിൽക്കുന്നത് സിജോ എന്ന് പറയുന്ന ഇടികൊണ്ട് പെടുത്തു പോയവൻ. ഓക്കെ, ആ ഇടികൊണ്ട് പെടുത്തിട്ട് ഇപ്പം സിമ്പതിയിൽ നിൽക്കുന്ന അവൻ മാത്രമാണ് വിഷം കുത്തിയത്. അവൻ നല്ല ഉഗ്രം വിഷം ഇന്നലെ മുതലേ കുത്തുന്നുണ്ട്, ഇന്നും കുത്തുന്നുണ്ട്, എപ്പോഴും കുത്തുന്നുണ്ട്. ആ കുത്തുന്നതിൻ്റെ ഇത് വേണമെന്നുണ്ടെങ്കിൽ ലൈവിൻ്റെ അകത്ത് വീണ്ടും നോക്കിയാൽ മതി. ആരൊക്കെ ലൈവുകൾ സേവ് ചെയ്ത് വെച്ച് ഏതെങ്കിലും ചാനലിലേക്കാണ് അവിടെ പോയി നോക്കുക. ഇന്ന് അവിടെ പാട്ടുണ്ടാക്കുമ്പം വരെ അതിൻ്റെ അകത്ത് വരെ വിഷം കുത്തിയിരിക്കുന്ന 3 എണ്ണത്തിനെ കാണാം. ഒന്ന് സിജോ, ഒന്ന് ജാസ്മിൻ, ഒന്ന് ശ്രീരേഖ. ഓക്കെ, പാട്ടുണ്ടാക്കുന്നതിൻ്റെ അകത്ത് വരെ വിഷം കുത്തുന്നത്. ഓക്കെ, അപ്പോൾ വിഷം കുത്തുന്ന അതാണ്. മറ്റവരവിടെ പോയിട്ട് പിന്നെ ഈ അൻസിബയുടെ മണ്ടയിൽ കുറേ എണ്ണം വന്ന് കയറും. അൻസിബയുടെ മണ്ടയിൽ കയറും. ആരാണ് കയറുന്നത്? ജാസ്മിൻ്റെ ഫാൻസ് മാത്രമാണ്. അൻസിബ ഗെയിം കളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ജാസ്മിൻ ഫാൻസിന് കൊണ്ട് ഇളവി. കാരണം ഇത് മൊത്തം അടിയും ജാസ്മിനാണ് മേടിക്കുന്നത് അല്ലേ. സ്ക്രീനിൻ്റെ അകത്ത് ഇപ്പോൾ അൻസിബേ ഉള്ളു, അല്ലെങ്കിൽ മറ്റേ നോറയേ ഉള്ളു, ജാസ്മിനൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും കുരു പൊട്ടുന്ന ആരാണ്? ജാസ്മിൻ ഫാൻസിനെ കുരു പൊട്ടിയിട്ട് ജാസ്മിൻ ഫാൻസ് എവിടെയുണ്ട് അൻസിബയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അൻസിബയെ നിങ്ങൾ കുറ്റം പറയുന്നതോടുകൂടി ആൾക്കാർ അൻസിബയെ വീണ്ടും ശ്രദ്ധിക്കുകയാണ്. അത് ഈ പൊട്ടന്മാർക്ക് അറിയത്തില്ല ആരെയാണ് ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നത്. അതായത് വേറൊരാൾ ഭയങ്കര നല്ലതാണ്, അൻസിബയാണ് തെറ്റുകാരിയെന്ന് നിങ്ങൾ പറയാൻ നേരത്ത് അയാൾ പൊങ്ങി വരും. സംശയം നിങ്ങൾക്കുണ്ടാ? സംശയം ഉണ്ടെങ്കിൽ ഞാൻ കൃത്യമായിട്ടൊരു സാധനം പറഞ്ഞുതരാം. നിങ്ങൾ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സീസണിൻ്റെ അകത്ത് വളരെ നല്ല മിടുക്കിയാണ് മറ്റതാണെന്ന് പറഞ്ഞാണ് ശോഭാ വിശ്വനാഥിൻ്റെ ഫാൻസ് ഇരുന്ന് ഫുൾ ടൈം അലക്കിക്കൊണ്ടിരുന്നത് അഖിൽ മാരാറിന്. ഫുൾ ടൈം എപ്പിസോഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശോഭ നല്ല മികച്ച ആൾ. പക്ഷേ ലൈവ് കാണുന്ന ആൾക്കാരൊക്കെ അറിയായിരുന്നു
അവിടെ ഗെയിം കളിക്കുന്നത് അഖിലാണ്. ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് പലതും അഖിൽ ശരിയായിരുന്നു എന്നൊക്കെ ഉള്ളതൊക്കെ അറിയാം. എന്നിട്ടും ശോഭ ഫാൻസ് കിടന്ന് മെഴുകി ശോഭയാണ് ജയിക്കുന്നതെന്ന് വരെ പറഞ്ഞ് അവസാനം ശോഭ എവിടെ പോയി? 4ാം സ്ഥാനത്ത് അല്ലേ? ശോഭ 4ാം സ്ഥാനത്ത്. അത് ശോഭ 4ാം സ്ഥാനത്തെങ്കിലും എത്തിയത് 100 ദിവസം നിന്നത് മറ്റേ അണ്ണയുണ്ടല്ലേ, പ്രവീണണ്ണൻ്റെ കാരുണ്യം കൊണ്ട്. പ്രവീണണ്ണൻ ആരാണെന്ന് അറിയണ്ട, ഇനി പറയേണ്ട ആവശ്യമില്ലല്ലേ. പ്രവീണൻ്റെ ചില ചാറ്റുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ, ഞാൻ അതിനെക്കുറിച്ച് പറയണ്ട ഇനി. അപ്പോൾ പ്രവീണണ്ണൻ്റെ ചില താങ്ങൽ കൊണ്ടാണ് ശോഭ ചേച്ചി ആ 100 ദിവസം കംപ്ലീറ്റ് ചെയ്തത്. കാരണം 100 ദിവസത്തെ സാരിയും കൊണ്ടുപോയി, അല്ല 100 ദിവസത്തെ ഡ്രസ്സും അവസാന ദിവസം ഉടുക്കാനുള്ള സാരിയായിട്ട് പോയ ആളാണ് ശോഭ ചേച്ചി. അത്ര കോൺഫിഡൻ്റ് ആണ്. കാരണം പ്രവീണണ്ണനല്ലേ ബാക്കിലുള്ളത്. അപ്പോൾ പ്രവീണണ്ണൻ അങ്ങ് അത്രയും താങ്ങി നിൽക്കുകയല്ലേ. ഓക്കെ. അപ്പോൾ ഇപ്രാവശ്യം പിന്നെ ജാസ്മിൻ അത് പറയാൻ പറ്റില്ല. ജാസ്മിൻ 100 ദിവസം ഡ്രസ്സുമായിട്ടൊന്നും പോയിട്ടില്ല. ജാസ്മിന് ഡ്രസ്സേ കിട്ടുന്നില്ല, വീട്ടിൽ നിന്ന് പോലും ഡ്രസ്സ് അയച്ചു കൊടുക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ലെറ്ററാണ് ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളത്. മോളെ നിൻ്റെ ഡ്രസ്സ് വന്നിട്ടില്ല, വീട്ടിൽ നിന്ന് ആരും അയച്ചിട്ടില്ല, ഇതൊക്കെയാണ് ഉള്ളത്. അതാണ് അത് വേറൊരു കാര്യമാണ്. ഇപ്പം അൻസിബയാണെങ്കിലും പിന്നെ അൻസിബയെന്നല്ല, പിന്നെ മറ്റേ എന്താണ് വേറെ ചിലരൊക്കെ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാലും അവർ വെറും ലോക്കലാവത്തില്ല. അതേസമയം ജാസ്മിൻ നിങ്ങൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്? ജാസ്മിൻ ദേഷ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭാഷയാണല്ലോ ജാസ്മിൻ്റെ വായിൽ നിന്ന് വരുന്നത്. ജാസ്മിൻ മാത്രമൊന്നുമല്ല കേട്ടോ, പിന്നെ ഈ എന്താണ് മറ്റേ അതിൻ്റെ പേരെന്ന് ശരണ്യ പിന്നെ മറ്റേ ആരാണ് അപ്സര. ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവരെ വായിൽ നിന്നൊക്കെ നല്ല വാക്കുകളാണ് വരുന്നത്. അതൊക്കെ നമ്മൾ കേൾക്കുന്നതല്ലേ ലൈവിൻ്റെ അകത്ത്. പിന്നെ കുറേ സ്ഥലത്തൊക്കെ മ്യൂട്ടൊക്കെ അടിക്കും. ഈ ലൈവല്ല 24/7 അകത്ത് മ്യൂട്ടടിക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെ കേൾക്കത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കേൾക്കായിരുന്നു മറ്റവൻ മറ്റേ ഒരു കുണുവാവയല്ല വാഴത്തോട്ടത്തിലെ റിനോഷ് ഒരു ദിവസം കണ്ടിട്ടില്ല. ഫുള്ള് മൈ 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 എന്ന് പറഞ്ഞുകൊണ്ടൊരു 5 മിനിറ്റ് നടന്നത് കണ്ടിട്ടില്ലേ? പിന്നെ മൈക്ക് വലിച്ചെറിഞ്ഞിട്ട് വിരലും കാണിച്ച് മറ്റേ ഒക്കെ പറഞ്ഞ് പോയ കണ്ടിട്ടില്ലേ? അപ്പം ആ സീസണിൻ്റെ അകത്തുള്ളവന്മാരാണ് ഇവിടെ വന്നിട്ട് മറ്റേ കുണു അടിക്കുന്നത്. ഞങ്ങൾ പാവങ്ങളായിരുന്നു. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വാക്ക് പറഞ്ഞ ഒരാളാണ് നമ്മളെ ശോഭ ചേച്ചിയുടെ മെയിൻ വാക്കായിരുന്നു. പക്ഷേ ശോഭ ചേച്ചിയുടെ മറ്റേ എപ്പിസോഡ് എടുത്തു കഴിഞ്ഞാൽ ശോഭ ചേച്ചി പുണ്യാളത്തി. 24/7 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശോഭ ചേച്ചി എഫിലായിരുന്നു കൂടുതൽ സാധനങ്ങളും പ്രയോഗിച്ചത് പല വട്ടം. അന്നൊക്കെ ബിഗ് ബോസ് ഉറക്കുമായിരുന്നു. റസ്മിൻ ഷുഡ് ബി എവിക്റ്റഡ്. ചെന്നാതി ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എവിക്റ്റ് ചെയ്ത് കെട്ടളായി. വാട്ട് അബൌട്ട് ജിൻഡോ അർജുനൊക്കെ ഇന്നും ഇന്നലെയായിട്ട് ജിൻഡോ അർജുനൊക്കെ അടിപൊളിയാണ്. 2 പേര് നല്ല വൃത്തിക്ക് ടാസ്ക് ചെയ്തത് മാത്രമല്ല അവർ പെരുമാറ്റവും നല്ല അടിപൊളിയായിട്ട് ഗസ്റ്റിൻ്റെ അടുത്ത് എങ്ങനെ പെരുമാറണം എന്നുള്ളത് അവന്മാർ 2 പേരേന്ന് ബാക്കിയുള്ളവർ കണ്ടുപഠിക്കണം. ഇന്ന് അർജുൻ അവിടെ തൂത്തോണ്ട് നിൽക്കാൻ നേരത്തെ തന്നെ സാബു വന്നപ്പോൾ തന്നെ അവൻ വളരെ മാന്യമായിട്ടാണ് ചെയ്തത്. അതുപോലും പിന്നെ ജിൻഡോയുടെ അടുത്താണെങ്കിൽ ജിൻഡോയും വളരെ മാന്യമായിട്ടാണ് ചെയ്തത്. ജിൻഡോ ഇടയ്ക്കിടയ്ക്ക് സങ്കടങ്ങളൊക്കെ പറയും, മറ്റേ ചില സെൻറ്റിയൊക്കെ ഇറക്കും. പക്ഷെ അതൊഴിച്ചു കഴിഞ്ഞാലും ജിൻഡോയും വളരെ മാന്യമായിട്ട് നിൽക്കുന്ന രീതിയിലാണ് നിന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് എണ്ണമൊക്കെയാണ് ഉള്ളത്. പിന്നെ ആരെയാണ് പിന്നെ വേറെ ആരെയും വിസിബിളായിട്ടായിട്ട് കാണാനില്ല. ടോപ്പ് 5 ജിൻഡോ, ജാസ്മിന്, അപ്സര, സിജോ, സായി, അർജുനും. അത് സായിയൊക്കെ ടോപ്പ് 5 അകത്ത് ഇടുന്നവന്മാരെ തലമണ്ടയ്ക്കകത്ത് എന്ത് സാധനമാണ് വെച്ചേക്കുന്നത്? നിങ്ങളാരും അപ്പോൾ ഈ 24/7 കാണാറില്ലേ? ഈ സായിയൊക്കെ ടോപ്പ് 5 അകത്ത് ഇടുന്നവന്. സായിയൊക്കെ ഈ മറ്റേ ഔട്ടായി പോവാത്ത ഭാഗ്യം എന്ന് പറഞ്ഞിരുന്നു.
കോർട്ട് ടാസ്ക് കാണും മിക്കവാറും, പക്ഷെ അലമ്പാക്കും അവർ, വേറെ ഒന്നും നോക്കണ്ട. ഇപ്പോൾ കോർട്ട് ടാസ്കിൻ്റെ അകത്ത് സംസാരിക്കാൻ അറിയാവുന്ന എത്ര പേരുണ്ട്? ഒന്ന് ജാസ്മിൻ, പിന്നെ ഈ സിജോ സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് പറയാനായിട്ടാണ്. മറ്റേ വയ്യെന്ന് പറഞ്ഞവൻ പിന്നെ അരമണിക്കൂറോ 1 മണിക്കൂറോ സംസാരിച്ചുകൊണ്ടിരിക്കും. കത്തിക്കണ്ടേ നമുക്ക്. അവൻ കത്തിക്കാനായിട്ട് മറ്റേ എല്ലാവരും ഇന്ന് ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എല്ലാ ആൾക്കാരും പോയിട്ട് ഏഷ്യാനെറ്റിൻ്റെ താഴെ മറ്റേ റീലിടത്തില്ലേ അവർ, അതിൻ്റെ താഴെ പോയിട്ട് തീ സിമ്പിൾ ഇടാൻ, അതെല്ലാം കൂടെ വാരിക്കൊണ്ട് പോയി സിജോയ്ക്ക് കൊടുക്കുക, എന്നിട്ട് തീ സിമ്പിൾ ഇട്ടിട്ട്, കാരണം അതെങ്കിലും വിട്ട് കത്തിക്കട്ടെന്ന് സിജോ. ജിൻഡോ ഈ വോട്ട് ബേസിൻ്റെ അകത്ത് ഇതുവരെ ഈ ജാസ്മിൻ ഫാൻസിനും ബാക്കിയുള്ളവർക്ക് അറിഞ്ഞൂടാത്ത കാര്യം അതാണ്. ഈ ജിൻഡോ എന്ന് പറഞ്ഞ അങ്ങേരെ ഒരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്ത്, അത് ഭയങ്കര ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്ത്. ഇനി ജാസ്മിൻ്റെ ഫാൻസ് ഈ ഓൺലൈനിൽ കിടന്ന് ഗുണ അടിക്കുന്നവന്മാർ ജസ്റ്റ് പോയിട്ട് ആ യൂട്യൂബൊക്കെ എടുത്ത് വെച്ചിട്ട് ഓരോ ആൾക്കാരെടുത്തും മറ്റേ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യത്തില്ല, മറ്റേ റോഡിൽ കൂടെ നടന്നു പോകുന്ന ആൾക്കാരടുത്തൊക്കെ ചോദ്യം ചോദിക്കത്തില്ല ആരെയാണ് ഏറ്റവും ഇഷ്ടമെന്ന്. അതിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത ആൾ ജാസ്മിനാണ്. അത് മനസ്സിലാക്കുക നിങ്ങൾ. ജാസ്മിനാണ് ഇഷ്ടമില്ലാത്ത. നിങ്ങളിതിൽ കുറേ എണ്ണം കിടന്നിട്ട് ജാസ്മിൻ ഭയങ്കരമാണ്, അത് അങ്ങനെ ഇടാം, കുറേ എണ്ണത്തിന് വന്നിട്ട് അങ്ങനെ ഇടാം. ഒരു അക്കൗണ്ട് ഉണ്ടാക്കുന്നവന് പിന്നെ 100 അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് നിന്ന് എല്ലാ സ്ഥലത്തും പോയിട്ട് ജാസ്മിൻ. പക്ഷേ അത് PR മറ്റേ പെയ്ഡ് PR അത് കണക്ക് തന്നെ. പെയ്ഡ് PR ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഓൺലൈൻ്റെ അകത്ത് കണക്ക് ഇങ്ങനെ എഴുതിയിടാം നിങ്ങൾക്ക്. ഈ പൊതുസമൂഹത്തിൽ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ജാസ്മിൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജാസ്മിനെ കുറിച്ച് പറഞ്ഞു തരും ആൾക്കാർ. അതങ്ങോട്ട് കേൾക്കണം. വെറുതെ ഇരുന്ന് മറ്റേ ഇതിൻ്റെ അകത്ത് ഇരുന്നിട്ട് മറ്റേ ജാസ്മിൻ ജാസ്മിൻ കുയ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ജാസ്മിൻ വെറും കൂതറയാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട്, നാട്ടുകാർ മൊത്തം. പറയുന്ന നാട്ടുകാരൊക്കെ വോട്ട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. അതിൻ്റെ അകത്ത് പറയുന്ന മിക്കവാറും വീട്ടമ്മമാരും ടീമൊക്കെയാണ്. ആ വീട്ടിൻ്റെ അകത്തുള്ള എല്ലാ എണ്ണവും ജാസ്മിൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവർക്കും വോട്ട് കുത്തും. അങ്ങനെ അതൊരു സാമാന്യ ഒരു വിചാരം മാത്രം ഉണ്ടായിരുന്നു, അത് വേറെ ഒന്നും വേണ്ട. ഓക്കെ, ജിൻഡോയുടെ സംബന്ധിച്ച് ജിൻഡോയ്ക്ക് വോട്ട് കിട്ടുന്ന ജിൻഡോ വെറുതെ ഒരു കാര്യം ചെയ്യും. നിങ്ങൾ മറ്റേ ഈ യൂട്യൂബിൻ്റെ അകത്തൊക്കെ ചില ആൾക്കാർ മറ്റേ പോളിടും, വെറുതെ ചില ആൾക്കാർ പോളിടും. ആദ്യം വോട്ട് തന്നെ കിട്ടണമെന്നില്ല, പക്ഷെ എങ്കിലും നിങ്ങൾ നോക്ക്. ജിൻഡോയും ജാസ്മിനും വെച്ചിട്ട് പോളിടുകയാണെന്ന് വെച്ചോ. ഈ ജിൻഡോയ്ക്ക് ഏകദേശം ഒരു 70-80% കിട്ടുന്നത്, ബാക്കിയാണ് ജാസ്മിന് കിട്ടുന്നത്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയാൽ മതി. അത് എത്ര പോളിൻ്റെ അകത്ത് അത്രയും ഡിഫറൻസ് വരുന്നതെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും ആരൊക്കെയാണ് വോട്ട് ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ ഈ ജാസ്മിനാണ് വിന്നർ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ അതിന്? ഓക്കെ, എന്തെങ്കിലും കാര്യമുണ്ടോ? ഇത് അത്രയേ ഉള്ളൂ. ജാസ്മിനവിടെ നിന്ന് പോവാ. അത് മാത്രമല്ല, ബിഗ് ബോസ് ആരൊക്കെ ഇത് ഓടിക്കണം എന്നുണ്ടെങ്കിൽ ജാസ്മിൻ എന്നുള്ള ആളവിടെ വേണം. കാരണം എന്ന് വെച്ചാൽ ആൾക്കാരൊക്കെ തെറി വിളിക്കാനും ഒരാൾ വേണ്ടേടെ അവിടെ. ഇത് ഇപ്പോൾ നമ്മളിതിൻ്റെ തന്നെ കുറ്റം പറയുന്ന ആരാണ്? ജാസ്മിനല്ലേ കുറ്റം പറയുന്നത്. ജാസ്മിൻ പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജാസ്മിനെ കുറ്റം പറയും ആരെങ്കിലും? ജാസ്മിൻ അതോട്ട് വിട്ട ആൾക്കാർ. ഇപ്പം എന്താ ഈ ഗബ്രി എന്ന് പറഞ്ഞാൽ അകത്ത് നിന്നപ്പോൾ എല്ലാവരും ഗബ്രിയെ തെറി വിളിക്കരുത്. ഗബ്രിയെ പുറത്ത് പോയി കഴിഞ്ഞ്. ഗബ്രി നിങ്ങൾ ആരെങ്കിലും ഇപ്പം ഇതിൻ്റെ അകത്ത് നോക്കുന്നുണ്ടോ? ആരെങ്കിലും നോക്കുന്നുണ്ടോ നിങ്ങൾ ഗബ്രിയ? ഒരു കുഞ്ഞുങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല ഗബ്രി എന്ന് പറഞ്ഞ സാധനത്തിനാ. ആരും ഗബ്രി എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്നുമല്ല അതിൻ്റെ അകത്ത് ഇപ്പോൾ ഇതില്ല. എല്ലാവരും മറന്നു കഴിഞ്ഞ് ഗബ്രിയ. മനസ്സിലായ? അപ്പം ജാസ്മിനും കൂടെ പോയെന്ന് വെച്ചോ, പിന്നെ ആൾക്കാരെന്ത് പറയും? ആൾക്കാർ ഈ ജാസ്മിൻ പുറത്ത് വന്നു കഴിഞ്ഞാൽ ജാസ്മിനെ കുറിച്ച് കുറേ യൂട്യൂബ് വീഡിയോ വരും. ഓക്കെ, ആൾക്കാർ ബിഗ് ബോസ് വിട്ടിട്ട് നേരെ അതിൻ്റെ അകത്ത് പോയിട്ട്, കാരണം ജാസ്മിൻ പറയുന്നത് മൊത്തം മണ്ടത്തരങ്ങളായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാ സാധനങ്ങളും പ്രതികരിക്കാനായിട്ട് വീണ്ടും ആൾക്കാർ അതിലേക്ക് ശ്രദ്ധ പോവും. കാരണം ഇപ്പോൾ അഖിൽ വന്നിട്ടൊരു ഇഷ്യൂ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ബിഗ് ബോസ് കാണുന്ന ആൾക്കാർ ബിഗ് ബോസ് മതിയാക്കിയിട്ട് അഖിലിൻ്റെ ലൈവ് കാണാനായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ അഖിലുണ്ടാക്കിയ ഇഷ്യൂവിൻ്റെ ബാക്കിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതേ കണക്ക് ജാസ്മിൻ പോയാൽ എന്ത് സംഭവിക്കും? ബിഗ് ബോസ് കാണുന്നത് മതിയാക്കിയിട്ട് അകത്ത് യൂട്യൂബിൽ പോയിട്ട് ആൾക്കാരെല്ലാവരും എന്ത് ചെയ്യും? മറ്റേ അടി കാണും. കാരണം ഇവിടെ പിന്നെ ജാസ്മിനോട് പോയി കഴിഞ്ഞാൽ പിന്നെ
വിന്നർ എന്നുള്ള സാധനം അവിടെ നിർണ്ണയിച്ച് കഴിഞ്ഞ്. ഇപ്പം ഇതിൻ്റെ അകത്ത് ജാസ്മിൻ ഫാൻസിന് ഒന്നെങ്കിലും പറയാം, ആശ്വസിക്കാൻ വേണ്ടിയിട്ട് പറയാം, ജാസ്മിൻ വിന്നർ, ജാസ്മിൻ വിന്നർ എന്ന്. വോട്ട് ബേസിൻ്റെ അകത്ത് മറ്റേ ആൾ കൊണ്ടുപോയി കഴിഞ്ഞ് ഇനി ആരാണ് വോട്ട് ചെയ്യുന്നത്? പിന്നെ അവർ വേറെ ഇതും കൂടി ഇടും അടുത്ത. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ സിജോ പിന്നെ ആരായിരുന്നു, സായി അണ്ണൻ, ഈ ജാസ്മിൻ, ഇത് മൂന്നും ഒരേ സംഘടനയുടെ ആൾക്കാരാണ് അല്ലേ? സായി ആ സംഘടനയുടെ സെക്രട്ടറി, കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി കിക്ക്, അതിൻ്റെ സെക്രട്ടറി സായി കൃഷ്ണ. അതിൻ്റെ അകത്ത് മെമ്പർമാർ ഒന്ന് ഈ സിജോ, ഒന്ന് ജാസ്മിൻ, രണ്ടുപേരും അതിൻ്റെ അകത്ത് മെമ്പർമാർ. സംശയമുള്ളവർ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി എന്ന് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ യൂട്യൂബർമാരുടെ കൂത്ത് കാണാം നിങ്ങൾക്ക് അതിൻ്റെ അകത്ത്. അപ്പോൾ അതിൻ്റെ അകത്ത് പോയിട്ട് നോക്കുക ആരൊക്കെയാണ് അതിൻ്റെ അകത്ത് ഉള്ളതെന്നുള്ള. അതിൻ്റെ അകത്ത് വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു മല്ലു ട്രാവലർ പുറത്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പറഞ്ഞിട്ട് പുറത്താക്കി, അല്ലാതെ അവന്മാർ പുറത്താക്കിയല്ല. അവൻ്റെ എല്ലാ തരികിടകളും ഉണ്ട്, അതെല്ലാം ഞാൻ പുറത്തെടുത്ത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവന്മാർ പുറത്താക്കി, അല്ലാതെ അവന്മാർ പുറത്താക്കിയല്ല, അല്ലാതെ പുറത്താക്കിയതല്ല. ഓക്കെ, അവന്മാർ ആദ്യം മാറ്റി നിർത്തിയെന്ന് പറഞ്ഞു. പറഞ്ഞോളൂ. ദെയർ ഈസ് എ ഹ്യൂജ് PR വർക്ക് ഫോർ അർജുൻ. അർജുനൊക്കെ PR ഇതേ കണക്കത്തെ PR വർക്ക് തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ വാഴേഷനുണ്ടായിരുന്നത്. ഓക്കെ, വാഴേഷ് അത്രയും നാൾ അവിടെ നിന്നത് PR വർക്കിൽ തന്നെയാണ് നിന്നത്. ഇതേ കണക്കത്തത് അർജുൻ്റെ അർജുൻ ഗെയിം കളിക്കും, മറ്റവൻ അതും കളിക്കത്തില്ല. മറ്റവൻ വാഴയില്ലായിരുന്നു ഒന്ന്, ആ ഒരു വെളിയിൽ പോയിട്ട് ഒരു കുപ്പിയും പിടിച്ചിരിക്കും. ഇതായിരുന്നു അവൻ്റെ ജോലി. അവൻ PR വർക്കിൽ കൂടെ കയറിയല്ലേ വന്നത്. അതേ കണക്ക് തന്നെയാണ് അർജുനും പോണത്, അല്ല വേറെ ഒന്നുമില്ല. അർജുൻ ഇതേണക്കത്തെ ടാസ്കുകൾ, അതായത് ഇതേണക്കത്തെ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതേണക്കത്തെ വലിയ പ്രശ്നമൊന്നുമില്ലാത്ത ടാസ്കൊക്കെ അർജുൻ ചെയ്യും. ഇതേണക്കൊക്കെ ടാസ്കൊന്നും അർജുൻ ചെയ്യാതെ നിന്നിരിക്കുന്നത്. പക്ഷെ അർജുന് ഒരു കാര്യത്തിൽ വോയിസ് ഇല്ല. അവിടെ എന്തെങ്കിലും കാര്യത്തിൽ വോയിസ് എടുക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്ത് കാര്യത്തിൽ? ഒരു കാര്യത്തിൻ്റെ അകത്തും ഇല്ല. അർജുനെന്നുള്ള ആളിനെ കാണണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഈ ടാസ്കിൻ്റെ അകത്ത് നമ്മളിങ്ങനെ കാണാം. രണ്ടാമത് നമ്മൾ കാണുന്ന രാത്രി ശ്രീധുവിൻ്റെ കൂടെ ഇരിക്കും അല്ലേ, ഇതാണ് കാണുന്നത്. ആ ടൈമിൻ്റെ അകത്താണ് ക്യാമറ കൂടുതലേറെ അവരെ ഫോക്കസ് ചെയ്ത് വെക്കുന്നത്. കാരണം ഇപ്പം ജബ്രി ഇല്ലാത്ത കാരണം ക്യാമറ ഇപ്പം വെക്കുന്നത് ഇവരുടെ അടുത്തോട്ടാണ്. ഇന്നലെ രാത്രിയായി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ക്യാമറ കുറേ നേരം അവരുടെ അടുത്തായിരുന്നു. ഇന്നലെ അർജുനൊക്കെ എന്നിട്ട് നേരത്തെ ഉറങ്ങുന്നതാണ്. അവിടെ കിടന്ന് പിന്നെ വീണ്ടും എണീറ്റ് വന്ന് പിന്നെ വീണ്ടും അവിടെ പോയിരുന്നു. ഇത് സ്ഥിരം അവരുടെ ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ പിന്നെ എല്ലാവരും കളിയാക്കി കഴിഞ്ഞപ്പം മറ്റേ സ്കീഡ് അകത്തുനിന്ന് ഇപ്പം വീട്ടിൻ്റെ അകത്തായെന്നേ ഉള്ളു. അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അവർ ലവ് ട്രാക്ക് അല്ല എന്നുള്ളതൊക്കെ ഏകദേശം ഇന്നലെ അവർ പറയുന്നുണ്ട്. ലവ് ട്രാക്ക് അല്ല, മറ്റതല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതേ സമയം തന്നെ ഈ ലവ് ട്രാക്ക് അല്ല ഇതെന്നൊക്കെ പറയുന്ന ഇവരുടെ ഒരു കൈപ്പിടി ഉണ്ടായിരുന്നു. നിങ്ങൾ ആ എപ്പിസോഡിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു തോന്നുന്നു. മറ്റേ ജാസ്മിൻ ഇരിക്കുന്നതിൻ്റെ ബാക്കിൽ കൂടെയാണെന്ന് തോന്നുന്നു, കൈയിട്ടിട്ട് രണ്ടുപേരും കയ്യിലിങ്ങനെ പിടിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു സീനുണ്ടായിരുന്നു. ആരെങ്കിലുമൊക്കെ ഇന്നലത്തെ എപ്പിസോഡാണെന്ന് തോന്നുന്നു. ഇന്നലത്തെ എപ്പിസോഡ് മെനങ്ങാത്ത എപ്പിസോഡാണ്, ഗബ്രി പോയതിന് ശേഷമുള്ള എപ്പിസോഡ്. ഓക്കെ, അതിൻ്റെ അകത്തായിരുന്നു ഉണ്ടായിരുന്നത്. സൺഡേ ഗബ്രി പോയതിന് ശേഷമുള്ള എപ്പിസോഡാണ് അതിൻ്റെ അകത്ത്. അപ്പോൾ അങ്ങനെ അത് വീക്കെൻഡ് എപ്പിസോഡായിരിക്കും. അതിൻ്റെ അകത്തായിരുന്നു ഇങ്ങനെ കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പറയുകയും ചെയ്തു ഇതോ ഒരുത്തം അങ്ങോട്ട് പോയതല്ല അടുത്ത തുടങ്ങിയെന്നുള്ള. അപ്പോൾ ഇവർ ഇതണക്കത്തെ ട്രാക്കൊന്നും ഇല്ലെന്ന് പറയുകയും ചെയ്യും, ട്രാക്ക് ആണെന്ന് വരുത്തിക്കാൻ നോക്കുകയും ചെയ്യും. ഒരു പ്രത്യേക ഗെയിമിംഗ് ആണത്. പക്ഷെ ആൾക്കാർ ഈ ഗെയിമിങ്ങൊക്കെ ആൾക്കാർ മടുത്ത് കഴിഞ്ഞ് അത് മനസ്സിലാക്കുക. പിന്നെ സിജ പിടിക്കാൻ നോക്കുന്ന വേറൊരു ട്രാക്കാണ് ശരണ്യ ട്രാക്ക്, സിജ പിടിക്കുന്ന അത്. പക്ഷേ ലവ് ട്രാക്കൊന്നും പറയാൻ പറ്റത്തില്ല. ലവ് ട്രാക്കൊന്നുമല്ല, മറ്റേ വേറൊരു ട്രാക്കാണത്. അത് ഇപ്രാവശ്യം ശരണ്യ അങ്ങ് ഔട്ടായി കഴിഞ്ഞാൽ
സിജോയുടെ കുത്തിക്കഴപ്പങ്ങ് തീരും. വാട്ട് അബൌട്ട് അപ്സര? അപ്സര എന്താണ്? അപ്സര വേസ്റ്റാണ്. ഇപ്പം വേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണ്ണാങ്കട്ടെ അറിയത്തില്ല അതിനിപ്പം. ഒരു കുന്തം അറിഞ്ഞുകൂടാ അപ്സരയെ സംബന്ധിച്ച്. എന്ത് സാധനമാണ് കാണിക്കുന്നത്? എന്തെങ്കിലും കുറച്ച് ബുദ്ധിയെങ്കിലുമൊക്കെ വേണ്ടേ? ഈ അരിയെന്ന് പറയുന്ന ഒരു മണ്ണാങ്കട്ടെ അറിഞ്ഞുകൂടാ. അവൻ എന്താണ് ഈ ബിഗ് ബോസിൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞ് കുറേ സാധനം ഇട്ടിട്ടുണ്ട്. എന്ത് മാങ്ങി എറിഞ്ഞിട്ടാണ് അവ ഇട്ടേക്കുന്നത്? ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ അവൻ റിവ്യൂ ഇടാറുണ്ടായിരുന്നു. ഞാൻ ഇടുന്ന സാധനങ്ങൾ കോപ്പി അടിച്ചുകൊണ്ട് വേണം കൂടുതൽ ഇട്ടിട്ടുള്ളത്, വേറെ കാര്യം. എങ്കിലും റിവ്യൂ അവ ഇടാറുണ്ടായിരുന്നു. ആ റിവ്യൂവിൻ്റെ അകത്ത് ഈ ഹോട്ടൽ ടാസ്ക് അതിൻ്റെ അകത്തുണ്ട്. അത് കണ്ട ഏതെങ്കിലും പൊട്ടനാണെങ്കിൽ തന്നെ ഇതെങ്ങനെ കളിക്കണമെന്നുള്ളൊരു സാമാന്യ ബുദ്ധി ഉണ്ടാവും. അതുപോലും ഇല്ലാത്ത യവൻ എന്ത് മാങ്ങയാണ് ചെയ്തത്? അഭിഷേക് ശ്രീകുമാർ ഒരു കാര്യവുമില്ലാതെ ചുമ്മാതെ നിൽപ്പുണ്ട് അവിടെ. അഭിഷേക ഇപ്പം ഇന്നലെ പിന്നെ സംസാരിക്കാൻ കിട്ടിയ അവസരത്തിൽ യഥാർത്ഥമായിട്ട് യവന്മാരൊക്കെ പവർ ടീമിൽ കയറാതെ പുറത്ത് നിൽക്കുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന്മാർക്ക് ഗെയിമുണ്ട്. പവർ ടീമിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്ന്. റസ്മിൻ എന്താ സംഭവം? ജാസ്മിൻ ഇട്ടൊന്ന് പൊട്ടിച്ച്, അത്രയേ ഉള്ളൂ. വേറെ സിമ്പിൾ. ജാസ്മിൻ ഇട്ടൊന്ന് പൊട്ടിച്ച് റസ്മിൻ. വാട്ട് അബൌട്ട് ശ്രീതു? നിങ്ങൾ ഈ ലൈവ് കാണുന്നതിൻ്റെ അകത്ത് തന്നെ ശ്രീതുവിനെ കാണിക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്ന്. ലൈവല്ല 24/7. അതിൻ്റെ അകത്ത് തന്നെ ശ്രീതുവിനെ കാണിക്കാറില്ല. കാണിക്കുന്ന എപ്പോഴാണ്? രാത്രി മറ്റേ ഈ ശ്രീജുൻസ് ടൈമിൻ്റെ അകത്താണ് കാണിക്കുന്നത്. രാത്രി ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ശ്രീജുൻ ടൈമാണ്. 24/7 അകത്ത് നമ്മളെ എല്ലാവരും എഴുതുന്നതാണ്. ശ്രീജുൻ ടൈം സ്റ്റാർട്ടായി. അപ്പം മനസ്സിലായിക്കോളാം 12 മണി 11 മണി 12 മണി ആവാൻ നേരത്തെ ഇവിടുത്തെ UAE ടൈം ആട്ടാ. ആ ടൈമിൻ്റെ അകത്താണ് ശ്രീജുൻ ഇത് സ്റ്റാർട്ടാവുന്നത്. ശ്രീജുൻ സ്റ്റാർട്ടായെന്ന് പറഞ്ഞാൽ നമ്മൾക്കൊക്കെ ഉറങ്ങാൻ ടൈമായെന്നാണ് അർത്ഥം. അപ്സരയുടെ സംഭവം എന്ന് വെച്ചാൽ അപ്സരയ്ക്ക് എന്തൊക്കെ ചെയ്യണമെന്നുണ്ട്. ഇങ്ങനെ ചെയ്യണം പിന്നെ മാത്രമല്ല ഒരാളെങ്ങനെ വെറുപ്പിക്കാന്നുള്ളതാണ് അപ്സര കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. ഏത് ഹോട്ടലിൻ്റെ അകത്താണ് ഇതേ കണക്ക് വന്നിട്ട് ഇന്നലെ അപ്സര കാണിച്ച കണക്കത്തെ, അല്ലെങ്കിൽ ഇന്ന് മറ്റേ ഈ എന്താണ് മറ്റേ അവരുടെ പേരെന്താണ് ആ വെറുപ്പിക്കൽ വേറെന്നുണ്ടല്ലേ, ശ്രീരേഖയ്ക്ക് കണക്കുള്ള ആൾക്കാർക്ക് ഏത് ഹോട്ടലിൻ്റെ അകത്താണോ ഉള്ള ആ ഏതെങ്കിലും ഒരു ഹോട്ടലിൻ്റെ അകത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരൊറ്റ ചവിട്ട് കൊടുത്തിട്ട് ഇറങ്ങി പൊക്കോളെന്ന് പറയാം ആ ടൈമിൻ്റെ അകത്ത്. ഈ ഹോട്ടൽ ടാസ്കിൻ്റെ അകത്ത് ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചത് ഒന്ന് ജിൻഡോ, ഒന്ന് അർജുന്, പിന്നെ ശ്രീതു. ആ വെളിയിൽ പോയി ഇരുന്നെങ്കിൽ സെക്യൂരിറ്റി ആയിട്ടാണെങ്കിലും നല്ലതുപോലെ ചെയ്തു. എങ്ങനെയാണ് ഹോട്ടലിൽ നിൽക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത്. അൻസിബ ഗെയിം വാട്ട് ഡു യു സേ? അൻസിബയുടെ ഗെയിം അൻസിബ കൃത്യമായിട്ട് കളിക്കുന്നുണ്ട്. അൻസിബ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ അതേ കണക്കത്തെ ഊക്ക സാധനങ്ങളാണ്. അത് ജാസ്മിനാണെങ്കിലും സിജോയ്ക്കാണെങ്കിലും ഏതാൾക്കാണെങ്കിലും നല്ല വൃത്തിയായിട്ട് കൊള്ളുന്ന സാധനങ്ങളാണ് അൻസിബ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഫാൻസുകാരൊക്കെ അൻസിബയെ കണ്ടുകൂടാ, അത്രയേ ഉള്ളൂ. പക്ഷെ അൻസിബ ഗെയിം കളിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഇവർക്ക് കണ്ടുകൂടാ എന്നുള്ളതാണ് യഥാർത്ഥത്തെ സത്യം. അൻസിബ ഗെയിം കളിച്ചു തുടങ്ങിയപ്പോൾ ഇവരൊക്കൊന്നുമില്ല. അൻസിബയുടെ ഗെയിം പ്ലാനായിരുന്നു ഇവരെന്ത് ചെയ്ത് കഴിഞ്ഞാലും മൈൻഡ് ചെയ്യരുതെന്നുള്ള. അതായത് സിജോ ആണെങ്കിലും ഇവരാണെങ്കിൽ പ്രവോക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യരുത്. മൈൻഡ് ചെയ്യാതിരുന്നതിന് പിന്നെ അവർക്ക് വോയിസ് ഇല്ല അവിടെ. ഇന്നലെ അവർ ഇത്രയും കിടന്ന് ബഹളം ഉണ്ടാക്കി. മറ്റേ അവിടെ തിരിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഒന്ന് മറ്റേ അഭിഷേകായിരുന്നു ഭയങ്കര ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അവിടെ. ഈ അൻസിബയാണെങ്കിലും നോറയെ കണ്ടില്ലേ, കയ്യും കെട്ടി ഇങ്ങനെ നോക്കി നിന്ന് എന്തൊക്കെ ബഹളം ഉണ്ടാക്കി അവിടെ. എല്ലാവരും കിടന്ന് എന്തൊക്കെ ബഹളം ഉണ്ടാക്കി. നോറ അവിടെ സ്വന്തം എന്തെങ്കിലും മിണ്ടിയ. ഇത് അവരുടെ പ്ലാനായിരുന്നു, ഇതേ ഇണക്കേ നിൽക്കാവെന്നുള്ളത്. സിജോ എന്ന് പറഞ്ഞവന് ഒരു സാധനവും ഇല്ല. സിജോയ്ക്ക് എന്താണുള്ളത്? സിജോയുടെ ഫാൻസ് ആരാ? അല്ലെ
സിജോയുടെ ഫാൻസുകാരാരാണ്? അവൻ്റെ തുണ്ട് ചാനൽ കാണുന്നവരാ? അവൻ്റെ തുണ്ട് ചാനലിനകത്തിരുന്ന് മറ്റേ കൊണ അടിക്കുന്നവരാണ് അവൻ്റെ ഫാൻസ് ആണോ? സിജോയുടെ ഫാൻസ് അങ്ങനെയുള്ളവരല്ലേ വരത്തുള്ളൂ. കാരണം അവൻ്റെ തുണ്ട് ചാനലിൻ്റെ അകത്തുള്ള സാധനങ്ങൾ കണ്ടിട്ടില്ലേ? അവൻ്റെ തുണ്ട് ചാനൽ ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ ഇതിൻ്റെ അകത്ത് റീലായിട്ട് ഇട്ടിട്ടുണ്ട് തുണ്ട് ചാനലിനെ കുറിച്ച്. നോക്കിയാൽ മതി, എടുത്തു നോക്കിയാൽ മതി. എല്ലാ അവിഹിതങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്ന ചാനൽ. എന്നിട്ട് പറയുന്നത് ക്രൈമാണെന്നാണ്. ഇത് നമ്മളൊക്കെ പറയുന്നത് ക്രൈം എന്നല്ല പറയുന്നത്, അതിന് അവിഹിതം ചർച്ച ചെയ്യുന്ന ചാനൽ എന്നാണ് പറയുന്നത് അവൻ്റെ ചാനൽ. അപ്പോൾ ആ ചാനലിലുള്ളവന് എത്ര സംസ്കാരം കാണും? അവൻ സാറാണ്, മാങ്ങയാണ്, മറ്റേതാണെന്നൊക്കെ പറയുന്നു. അവൻ സാറല്ല, ഈ ഇതിൻ്റെ അകത്തുനിന്ന് ഇടി വാങ്ങിക്കാനുള്ള ഒരുത്തൻ. ഇതേ കണക്ക് തന്നെ അവൻ നാട്ടുകാരുടെ അടുത്തായിട്ടായിരുന്നു ഇതുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ നാട്ടുകാരെന്ന് എടുത്തിട്ട് പൊരിച്ചാൽ അവനെ. പക്ഷേ അവനൊക്കെ വീട്ടിൻ്റെ അകത്ത് കയറി ഇരുന്ന് മാത്രമേ പറയത്തുള്ളൂ, പുറത്തിറങ്ങി പറയത്തില്ല. അരിയണ്ണനെ കണ്ടിട്ടില്ല? അരിയണ്ണ കാറിൻ്റെ അകത്ത് പോകണമെങ്കിൽ തോക്കും കൊണ്ടേ പോകത്തുള്ളൂ അരിയണ്ണൻ പറഞ്ഞേക്കും. ഞാൻ പറഞ്ഞതല്ല കേട്ടാ. അരിയണ്ണൻ പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂട്ടുകാരെയും കൂട്ടും, അരിയണ്ണൻ്റെ ഒരു പ്ലക്കുണ്ടല്ലേ, പ്ലക്കിനെയും കൂട്ടും, പിന്നെ തോക്കും കൊണ്ടുപോകും. അരിയണ്ണൻ്റെ വീട്ടിൽ 13 പട്ടികളുണ്ട്. എന്തിനാണ്? അരിയണ്ണനെ ആരും വന്ന് ഉപദ്രവിക്കാതിരിക്കാനായിട്ടാണ്. മനസ്സിലായാ? അരിയണ്ണൻ്റെ വീട്ടിലോട്ട് പടക്കമൊക്കെ എടുത്ത് എറിഞ്ഞിട്ടുണ്ട് ആൾക്കാർ. അരിയണ്ണൻ അവിടെ ഇരുന്നുകൊണ്ട് കിണുകിണകിണ അടിച്ച് പാർട്ടിക്കാർ വന്നിട്ട് പടക്കം എറിഞ്ഞു. ഇനി നീ പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിച്ച് കളയുമെന്ന് പറഞ്ഞതെല്ലാം കൂടെ. അതോടുകൂടി അരിയണ്ണ എന്ത് ചെയ്ത്? അരിയണ്ണ വേറെ മൂഡിൽ പിടിച്ച്. അൻസിബയൊക്കെ ഇപ്പം കളിക്കുന്ന അത് ഇന്നിപ്പം മറ്റേ ലവള് പറഞ്ഞില്ല എന്താണ് വന്ന് ഇന്ന് പറഞ്ഞേക്ക് മറ്റേ ഇന്ന് വന്ന പെണ്ണിൻ്റെ പേരെന്തായിരുന്നു? മറ്റേ മുട്ടക്കള്ളി, പണ്ടത്തെ ഫസ്റ്റ് സീസണിലെ മുട്ടക്കള്ളി, അതിൻ്റെ പേരെന്തായിരുന്നു? ശ്വേത. ഓക്കെ, ശ്വേത പറഞ്ഞ കണക്ക് നമ്മൾ എന്താണോ അതേ കണക്കാണ് പെരുമാറാനുള്ളത്. ഓക്കെ, എന്താണ് നമ്മൾ ചെയ്യാനുള്ളത് അതേ കണക്ക് മാത്രം ചെയ്യുക. അല്ലാതെ നമ്മളെപ്പോഴും വേറൊരു സാധനമായിട്ട് മാറേണ്ട ആവശ്യമില്ല, വേറൊരിതായിട്ട് മാറേണ്ട. ഇപ്പം അൻസിബയുടെ സ്വഭാവം എന്താണ്? അൻസിബ ഇങ്ങനെ ഇരുന്നിട്ട് കൊടുക്കേണ്ട സംഭവങ്ങൾ അൻസിബ കൊടുക്കേണ്ട സമയത്ത് നല്ല വൃത്തിയായിട്ടും കൊടുക്കുക. അത് അൻസിബ ആരെടുത്തും പറഞ്ഞു കളയും. ഓക്കെ, അത് അൻസിബ പറയുന്ന സമയത്ത് ആ ടൈമിൻ്റെ അകത്ത് അൻസിബ ആരെടുത്തും പറഞ്ഞു കളയും. അത് മാന്യമായിട്ടുള്ള രീതിയിൽ എങ്കിൽ കൊള്ളേണ്ട രീതിയിൽ കൊള്ളിച്ച് കൊടുത്തു കളയും. അത് താങ്ങാനുള്ള ശേഷി അവിടെ പലർക്കും ഇല്ല. അപ്പം അൻസിബയുടെ ഗെയിമിൻ്റെ അകത്ത് അങ്ങനെയാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇടാ സമാനപ്പെട്. ഇപ്പം ഇതേ കണക്കൊക്കെയാണ് ഉള്ളത് അവരുടെ. അപ്പോൾ അൻസിബയൊക്കെ കളിക്കാനുള്ള സ്ഥലത്ത് കളിക്കും. പിന്നെ നോറയുടെ ആണെങ്കിൽ അറിയാമല്ലോ, നോറയാണെങ്കിൽ ഏത് സമയത്താണ് പൊട്ടിത്തെറിക്കുകയെന്ന് അറിയാൻ പറ്റത്തില്ല. ചിലപ്പം നമുക്കൊക്കെ വളരെ നിസ്സാരമായിട്ട് കാര്യന്ന കാര്യത്തിന് നോറ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. എങ്കിൽ ഇന്നലെ ഭയങ്കര പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിച്ച സ്ഥലത്ത് നോറ വളരെ കൂളായിട്ട് കൈയും കെട്ടി നോക്കിയിരിക്കുന്നു, മുഖത്ത് ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം പ്രാങ്ക് കൊടുക്കാൻ പോയവരെല്ലാവരും 3G ആയി. എന്നിട്ട് മുടിയൻ്റെ എന്നുള്ളത് മൊത്തം അൻസിബ മേടിച്ചങ്ങ് കൂട്ടി. അൻസിബല്ല, അപ്സര വാങ്ങിച്ചങ്ങ് കൂട്ടി മുടിയൻ്റെ എന്നുള്ള. ആ സമയത്ത് മുടിയനെ അവൾ നല്ല വൃത്തിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്സര പറയാമെന്ന് ചെയ്യാറുന്നില്ല, അപ്സര നല്ല വൃത്തിക്ക് പറഞ്ഞ്. അതിൻ്റെ ഇതാണ് മുടിയൻ തിരിച്ചു കൊടുത്തത്. ഞാൻ അപ്പം തന്നെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്ന അപ്സര രാത്രി തൊട്ട് കരയാൻ തുടങ്ങുമെന്ന് പറഞ്ഞു. അതേ കണക്ക് തന്നെ അപ്സര രാത്രി തൊട്ട് കരച്ചിൽ ഇന്ന് വരെ തീർന്നിട്ടില്ല. ഇന്നും മുടിയാൻ കിട്ടിയ സമയത്ത് ഇന്നും മുടിയാൻ കൊടുത്ത് അപ്സര ആ ടൈമിനകത്ത് മോങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഇരുന്ന് പഴഞ്ചൊല്ലി കണക്ക് അവിടെ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നുണ്ട്. അതൊക്കെയാണ് ഇവരുള്ളത്. അല്ലാതെ മറ്റേ ഈ അപ്സരയൊക്കെ അത്രയേ ഉള്ളു. അപ്സരയൊക്കെ ഭയങ്കര ഗെയിം കളിയായിരുന്നു, മറ്റതായിരുന്നു. ആദ്യം ഭയങ്കര ആ ഫസ്റ്റ് ക്യാപ്റ്റൻസി വിജയിച്ച അപ്സര അടിപൊളിയായിരുന്നു. അതിനുശേഷം അപ്സര താഴേക്ക് പോയി. ഇപ്പം ഇല്ല അപ്സര. പിന്നെ മറ്റേ ശരണ്യ ഇതേ കണക്ക് തന്നെ. ശരണ്യ എവിടെ താങ്ങണം എവിടെ തൂങ്ങണമെന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഔട്ടായി പോകുമെന്നുള്ള നല്ല പേടിയുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഔട്ടാവുമെന്ന പേടിയുള്ളത് സിജോയ്ക്കാണ്. അത് സിജോയുടെ പ്രവൃത്തികൾ ലൈവ് കണ്ടു നോക്ക് നിങ്ങൾ. സിജോയ്ക്ക് ഞാൻ പല പ്രാവശ്യം ഞാൻ ഇതിൻ്റെ അകത്ത് കമൻ്റ് ഇടാമല്ലോ നമുക്ക്. കാരണം സിജോ ഈ ജാസ്മിൻ്റെ അടുത്ത് പറയും നമുക്ക് ഇങ്ങനെ ചെയ്യണം, എന്ത് പറഞ്ഞാലും ഇങ്ങനെ ചെയ്യണം, മറ്റേത് ചെയ്യണം, മറിച്ച് ചെയ്യണം. എന്നിട്ട് ജാസ്മിനെ എഴുതി കയറ്റും.
ഓക്കെ. എന്നിട്ടൊരു ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ യവ ഉടനെ മാറ്റി പറയും, അപ്പം അങ്ങനെ ചെയ്യണ്ട, നമുക്ക് മാറിയിരിക്കാം, ഒതുങ്ങിയിരിക്കാം, മറ്റേത് ചെയ്യാം, മറിച്ചത് ചെയ്യാം. സിജോ അങ്ങനെയാണ് ചെയ്യുന്നത്. മറ്റേ ഡബിൾ ഫാദർ സിൻഡ്രോം ഉള്ള ഇതാണ് അങ്ങനെയാണ് പറയുന്നത്. അതിന് ആ രോഗമാണ് ഉള്ളത്. ഇടി കൊണ്ടിട്ട് അവൻ്റെ പല്ല് എല്ലൊക്കെ ശരിയായിട്ടുണ്ട്, പക്ഷേ ഉള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കിളി ഇതുവരെ വന്നിട്ടില്ല. അന്ന് ഒരു ഇടി കൊണ്ടിട്ട് അവൻ ഇങ്ങനെ നിന്നല്ലേ, ആ കാലിൻ്റെ ബാലൻസൊക്കെ പോയിട്ട് അതിലെ കിളി കുറച്ചെണ്ണം പറന്നു പോയിട്ടുണ്ട്. ആ കിളി ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല, അതങ്ങ് പറന്നുപോയി. അതാണിപ്പോൾ സിജോയ്ക്കുള്ള പ്രശ്നം. ഭയങ്കര പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിക്ഷൻ പേടി അത്ര ബാധിച്ച ഒരുത്തം വേറെ അതിൻ്റെ അകത്തില്ല. എവിക്ഷൻ പേടി ഇന്ന് എത്ര പ്രാവശ്യം എത്ര ആൾക്കാരെടുത്ത് ഇതിൻ്റെ അകത്ത് ചോദിച്ചിട്ടുണ്ട് എവിക്ഷൻ്റേത്. എന്നെ പറയണ്ട, വേറെ ഉള്ളവരൊക്കെ സ്ഥാനങ്ങളൊക്കെ എവിടെയാണെന്നൊക്കെ പറയാമോ എന്ന് ചോദിച്ച് നടക്കുക. എന്ന് വെച്ചാൽ അത്ര പേടിയാണ്. പിന്നെ മറ്റേ ഈ എവിക്ഷനെ കുറിച്ച് വലിയ ബുദ്ധിയും മണ്ണാങ്കട്ടയൊന്നും ഇല്ലാത്ത എന്താണ് മറ്റേ ശ്രീരേഖയുടെ അടുത്ത്. ശ്രീരേഖ വിചാരിക്കുന്ന ഭയങ്കര പെർഫോമൻസാണ്. ആൾക്കാരൊക്കെ പെർഫോമൻസ് കാരണം ഇഷ്ടപ്പെട്ട് ഭയങ്കരമായിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ലാലേട്ട എല്ലാ ആഴ്ചയും വന്നിട്ട് എന്നെ പൊക്കി പറയുന്നത്. അതിൻ്റെ അടുത്താണ് ഇത് പറയുന്നത്. അതിൻ്റെ അടുത്താണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. എവിക്ഷൻ ചേച്ചി പോകത്തില്ല, ചേച്ചിയും ശരണ്യം ഒന്നും പോകത്തില്ല, നന്ദനയും പോകത്തില്ല. പിന്നെ ആര് പോണ? ജിൻഡോയാ? എന്തെങ്കിലും ബോധം വേണം അവനൊക്കെ. എന്നിട്ട് വേറെ സ്ഥലത്ത് വന്നിട്ട് പറയും ശരണ്യ പോകുമായിരിക്കും. ശരണ്യ പോകത്തില്ല. എൻ്റെ ആരാധകർ സിജോ ഫാൻസ് വോട്ട് ചെയ്യും. സിജോ ഫാൻസ് വോട്ട് ചെയ്യാം. ആദ്യം സിജോ ഫാൻസ് വോട്ട് ചെയ്യട്ടെ, പിന്നല്ലേ ശരണ്യക്ക് വോട്ട് ചെയ്യുന്നത്. സിജോ ഫാൻസ് സിജോയ്ക്ക് വോട്ട് ചെയ്യട്ടെ. പിന്നെ സിജോ ഫാൻസിൻ്റെ പ്രശ്നം ഇന്നാൾ ഞാൻ സ്റ്റോറിയാണോ ഇട്ടത് സിജോ ഫാൻസ് പറയുന്നത് എങ്ങനെയെങ്കിലും കോംബോ ഉണ്ടാക്കിയിട്ട് വിടുക. അപ്പോൾ കുറച്ച് ഇതും കിട്ടും. ശ്രീധുവിനെ വെച്ചിട്ട് കുറേ കോംബോ ഉണ്ടാക്കി അവരെ ഗ്രൂപ്പിൻ്റെ അകത്ത ചർച്ചയാണ്, കോംബോ ഉണ്ടാക്കി വിടാൻ. ഇതാണ് യവൻ്റെ ഫാൻസിൻ്റെ അധപ്പതനം എന്ന് പറയുന്നത്. അവൻ്റെ ഫാൻസിൻ്റെ ഇതാണ്. പിന്നെയാണ് അവൻ ബാക്കിയുള്ളവരുടെ ഇത് പറയുന്നത്. ഈ സീസണിൽ അഖിൽമാരാർ വന്നിരുന്നേൽ എന്തായിരുന്നില്ല. അഖിലൊന്നും വരത്തില്ല. അഖിലിൻ്റെ ഈ സീസണിൻ്റെ അകത്ത് എങ്ങനെ വരുന്നത്? ഈ സാബുവിനെ അവരെങ്ങനെ കൊണ്ടുവന്നതെന്തോ? സാബുവിൻ്റെ എന്ത് ഓഫർ കൊടുത്തിട്ടാണെന്തോ സാബുവിനെ കൊണ്ടുവന്നത്? സാബു അതിൻ്റെ അകത്ത് വന്നിട്ട് അകത്ത് തീയൊക്കെ കോരിയിടാൻ നോക്കും. സാബു പറയുന്ന കണക്ക് ബിഗ് ബോസ് ഞാനതിൻ്റെ അകത്ത് പല തീകളും കോരിയിട്ടിട്ട് ശിവരാരും കത്തുന്നുമില്ല, ഒന്നും ചെയ്യുന്നില്ല. എന്താണ് പ്രശ്നം എന്നാ? ചേട്ടൻ ഇഷ്ടമുള്ള കുറച്ച് വരെ സപ്പോർട്ട് ഋഷി ചെയ്യുന്നത്. ഞാൻ സപ്പോർട്ടുള്ളവരെയൊക്കെ ഋഷിയാണോ സപ്പോർട്ട് ചെയ്യുന്നത്? ഇപ്പം അങ്ങനെയാണോ ഉദ്ദേശിച്ച? എന്തായാലും ഞാനിപ്പോൾ ആരെ സപ്പോർട്ട് ചെയ്ത്? ഞാൻ അതിൻ്റെ അകത്ത് ഗെയിം കളിക്കുന്നവരെ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അതും ആ ദിവസം ഗെയിം കളിക്കുന്നവരുടെ. എല്ലാ ദിവസവും ഗെയിം ഒരേ കണക്കന്നെ കളിക്കുന്നില്ല അതിൻ്റെ അകത്ത്. ബ്രോ ജാസ്മിൻ കട്ടടിക്കുമോ എന്നാ? കക്കുന്നേ അവൾ തിന്നുന്നേക്കെ ഉണ്ട്. കപ്പടിക്കുമെന്നായിരിക്കും ചോദിച്ചിരിക്കുന്നത്. ഋഷി കാണിക്കുന്നത് ശരിയാണോ? ഋഷി കാണിക്കുന്നത് ശരിയാണ്. ആ ഋഷി അവിടുത്തെ ആരാണ്? HR മാനേജറാണ്. അല്ലാതെ ഋഷി ക്യാപ്റ്റനും അല്ല, ഒന്നുമല്ല. ആ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഹോട്ടലാണ്. ഓക്കെ, ആ ഹോട്ടലിൻ്റെ അകത്ത് HR മാനേജറുടെ അടുത്ത് ഇതേ കണക്ക് ഇവരിതിൻ്റെ അകത്ത് കാണിക്കുന്ന കണക്ക് ഒന്ന് പെരുമാറി നോക്ക്. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അടുത്ത ദിവസം നിങ്ങൾക്ക് ടെർമിനേഷൻ ലെറ്ററും കിട്ടിയിട്ട് നിങ്ങൾ വീട്ടിൽ പോയിരിക്കും അല്ലേ? അപ്പം ഋഷി അതിൻ്റെ അകത്ത് മറ്റേ ഇന്ന് അവരുടെ അടുത്ത് പറഞ്ഞ കണക്ക് ആ 20 കോയിൻ കൊടുത്തിട്ട് അവർക്ക് അതിൻ്റെ അകത്ത് നിൽക്കാം. 25 കോയിനാണ് അവർക്ക് കിട്ടിയത്. ആ 20 കോയിൻ കൊടുത്തിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്തായാലും സാബുമോ എന്ത് ചെയ്യും? ഇവരൊക്കെ വീണ്ടും കോയിൻ കൊടുത്തനെ. ബുദ്ധിയുള്ളവരാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യാനുള്ളത്. പക്ഷേ ഇവന്മാരെന്താണ് വിചാരിച്ച് വെച്ചേക്കുന്നത്? മറ്റേ
പ്രാങ്കാണിത്, പ്രാങ്കാണ്, മറ്റേ ഭയങ്കര പ്രാങ്കാണെന്ന് പറഞ്ഞുകൊണ്ട് അരിയണ്ണൻ ഇവരുടെ അടുത്തെല്ലാം പറഞ്ഞു അന്നല്ല നമ്മൾ പ്രാങ്ക് ചെയ്തില്ല, അതിനകത്ത് പ്രാങ്കാണ്. അവസാനം പ്രാങ്ക് 3G ആയെന്ന് മനസ്സിലായി. അത്രയേ ഉള്ളൂ. പ്രാങ്ക് അങ്ങ് 3G ആയി, ടാസ്കിൻ്റെ അകത്തുനിന്ന് പുറത്തുമായി. എന്നിട്ട് ബിഗ് ബോസ് വിളിച്ച് ചോദിക്കുമ്പോഴേക്കും ടാസ്ക് തിരിച്ച് കയറാം. അപ്പം ഈഗോ വർക്ക് ചെയ്ത് കയറിയില്ല. ഇപ്പോൾ പുറത്തായിരുന്നിട്ട് മോങ്ങുന്നുണ്ട് ഓരോരുത്തർ ഓരോ മൂലക്കിരുന്ന്. ഞാൻ ഋഷിയെക്കുറിച്ചാണ് പറഞ്ഞത്, ഋഷിയെക്കുറിച്ച് തന്നെയാണ് ഇപ്പം പറഞ്ഞത്. അപ്പോൾ ഋഷിയെ സംബന്ധിച്ച് ഋഷി ഒരു HR മാനേജറാണ്. ഋഷിയുടെ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. എന്നിട്ട് ഋഷി ഇവർക്ക് വേണ്ടിയിട്ട് ഒരു 3-4 പ്രാവശ്യം സാബുവിൻ്റെ അടുത്ത് പോയി സംസാരിച്ച്. ജാസ്മിനെ സിറ്റുവേഷനാണല്ലേ, ജാസ്മിനെ പൊക്കാൻ പറ്റാനുള്ള സിറ്റുവേഷനാണ്. പക്ഷേ അത് കാര്യമൊന്നുമില്ല, അവരാരും ഒന്നും പറയത്തൊന്നുമില്ല ഇതിൻ്റെ അകത്ത്. കാരണം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇതൊരു ഇഷ്യൂ ആയിട്ട് മാറും. വേറെ എന്തോ വലിയ ഇഷ്യൂ ആണെന്ന് വീണ്ടും ആൾക്കാരൊക്കെ മനസ്സിലാവും. ഈ അടി എങ്ങനെ ഒതുക്കാമെന്നുള്ളതാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ, ആ ടീം പുറത്തായി, ഇനി ടാസ്കിൻ്റെ അകത്ത് പങ്കെടുക്കാൻ പറ്റില്ലെന്ന് ബിഗ് ബോസ് പറഞ്ഞു കേട്ടില്ലേ? ബിഗ് ബോസ് അവരെ വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പങ്കെടുക്കാൻ പറ്റില്ല, നിങ്ങൾ ഔട്ടായെന്ന് മാത്രമല്ല ഇവർ പറഞ്ഞ് സാർ ഞങ്ങളുടെ ഫുഡ്, ഞങ്ങളുടെ ബാത്റൂം ആവശ്യങ്ങൾ, ഞങ്ങൾക്ക് ഈ വീട്ടിൽ കയറാൻ പറ്റുന്ന അതൊക്കെ നമുക്ക് അവർ തരുമില്ലേ? അപ്പോൾ ബിഗ് ബോസുകാർ പറഞ്ഞ് അത് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാമെന്നാണ് പറഞ്ഞത്. അപ്പോഴത്തേക്ക് അവർ വീണ്ടും 3G ആയി. ഓക്കെ, അപ്പോൾ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്താൽ, അത് ബിഗ് ബോസ് അങ്ങനെയാണ് കളിക്കുന്നത്. ബിഗ് ബോസ് അവരുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഫുഡ് തന്നാൽ മതി, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങളെ വീട്ടിൻ്റെ അകത്ത് കയറ്റിയാൽ വരെ മതിയെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് ഇവർ ചോദിക്കുന്ന സമയത്തൊക്കെ മറ്റവർ ബാത്റൂം എന്ന് പറയുന്നത് അവിടെ നോറയാണ് എന്നിട്ട് പറഞ്ഞു നീ ഇവരെ ഇന്നാക്ക് പോകണം, ബാത്റൂമിൽ പോകണം, പൊക്കോ എന്നിട്ട് പറഞ്ഞു വിട്ടത്. അപ്പോൾ അതെന്താരും കാണാത്ത, അവിടെ നോറയല്ലേ നല്ലോണം പെരുമാറിയത്, അതെന്താരും കാണാത്തത് അവിടെ. അപ്പം അതൊക്കെ കാണണം നിങ്ങൾ. അതൊന്ന് അരിയണ്ണനെന്ന് പറഞ്ഞ മണ്ടൻ, വെറും മണ്ടൻ, മരമണ്ടൻ. ആ മരമണ്ടൻ ബുദ്ധിയായിരുന്നു ഇന്ന് ആ ടാസ്കിൽ നിന്ന് അവർ പുറത്താവാൻ കാരണം. ബാക്കിയുള്ള 3 എണ്ണത്തിന് ആലോചിക്കാനുള്ള കഴിവും ദൈവം കൊടുക്കാത്ത കാരണം യവൻ്റെ ബുദ്ധി ഭയങ്കര എന്തോ സംഭവമാണെന്ന് വിചാരിച്ച് ആ പൊട്ടന്മാരും കൂടെ ഇതിൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. ഇതിപ്പോൾ സാബു ഗസ്റ്റ് ആണെങ്കിൽ ഇവർക്ക് സാബു എന്ന് പറഞ്ഞ ഡയലോഗുണ്ട്, ഈ കോയിൻ എനിക്ക് തിരിച്ചു മേടിക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞ്, അത് ഞാൻ ഇവിടെ ചെയ്യാത്തതാണെന്നാണ് പറഞ്ഞത്. സാബുവിനറിയാം എങ്ങനെ കളിക്കണം എന്നുള്ള. സാബുവിൻ്റെ അടുത്ത് ഇവർ ഇത് ഒന്ന് പറഞ്ഞ് സാബുവിനറിയാം എങ്ങനെ കളിച്ച്, ഒന്ന് പറഞ്ഞ് രണ്ടാമത് നല്ല പൊട്ടിക്കാൻ സാബുവിനറിയാം. അഖിൽമാരാറിൻ്റെന്നൊക്കെ അങ്ങ് അപ്പുറത്തെ കളിയാണ് സാബുവിൻ്റെ കളിയെന്ന് പറഞ്ഞത്. സാബുവിൻ്റെ കളിയൊക്കെ ഈ ഫസ്റ്റ് സീസൺ കണ്ടവരൊക്കെ അറിയാം സാബു എങ്ങനെ കളിക്കണമെന്നുള്ളത്. ഒരു സെൻറ്റിമെൻറ്റും കാണിക്കത്തില്ല സാബു അതിൻ്റെ ഗെയിമിൻ്റെ അകത്ത്. പിന്നെ ഫുഡ് കൊടുക്കുന്നത് സാബു എല്ലാവർക്കും കൊടുത്തിട്ടാണ് കളിക്കുന്നത്, എല്ലാവർക്കും ഫുഡ് കൊടുക്കും അല്ലേ. ഇന്നിപ്പം വെളിയിൽ പോയിട്ട് ഓരോരുത്തർ നോറോ വന്നിട്ട് ചോദിക്കുന്നത് സാബു ചേട്ടാ ഇത് വേണോ ഇത് വേണോ, അപ്പോൾ സാബു ചോദിച്ചു നിനക്ക് വേണോ അത്, എങ്കിൽ നീ എടുത്തോ, മനസ്സിലായ? അപ്പോൾ അങ്ങനെ സാബു അങ്ങനെ വളരെ കൂളായിട്ട് നിന്നിട്ട് കളിക്കുകയാണ്. ഇപ്പം അവരുടെ അടുത്ത് ഭയങ്കര കാര്യമായിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഹരിയണ്ണ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഹരിയണ്ണ വിചാരിക്കുന്ന മറ്റേ ഡയമണ്ട് പോയിട്ട് അടിച്ചുകൊണ്ട് വരാം. ബിഗ് ബോസ് അതും പറഞ്ഞു, നിങ്ങൾക്ക് ആ ഡയമണ്ട് ടാസ്കിൽ നിന്ന് വരെ നിങ്ങൾ പുറത്തായിപ്പോയി. ഇനി ആ ഡയമണ്ട് അവരെടുത്തു കഴിഞ്ഞാലും ബിഗ് ബോസ് അവിടെ അനൗൺസ് ചെയ്യും നിങ്ങൾക്ക് പറ്റില്ല എന്നുള്ളത്. അപ്പം വീണ്ടും നാറും. അത് ബിഗ് ബോസ് ഓൾറെഡി അവരെടുത്ത് പറഞ്ഞ്. അതുകൊണ്ട് തന്നെ അവരിനി വെളിയിൽ പോയിരുന്നു ഇവന്മാരെ മണ്ടയ്ക്കകത്ത് കയറിയില്ല എന്ന് തോന്നി. അത് വെളിയിലിരുന്നിട്ട് ഇങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ. എന്തായാലും അഖിലൊന്നും വരാൻ പോകണില്ലേ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് 2 ഗസ്റ്റുകളേ ഉള്ളത്, ഇവർ 2 പേരും മാത്രമാണ്, ശ്വേതയും യവനും മാത്രമേ ഉള്ളൂ, ഇനി ആരുമില്ല. ഹരിയണ്ണ ഇത് ചെയ്ത് കഴിഞ്ഞ് ഹരിയണ്ണൻ്റെ ഫാൻസ് അതിൻ്റെ അകത്ത് കിടന്ന് പറയുന്നുണ്ട് മാസ് ഹരിയണ്ണൻ മാസ്. ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് നേരം കഴിഞ്ഞ് ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് അതേ ആൾക്കാർ ഹരിയണ്ണൻ 3G, ഹരിയണ്ണൻ പ്ലിങ്, പിന്നെന്താണ് മോയെ എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു അതേ ആൾക്കാർ തന്നെ. കാരണം ഈ ടാസ്ക് അങ്ങനെയാണ്,
പൂമ്പാറ്റ എന്ന് വിളിക്കാൻ കാരണം എന്താ? അത് അരിയണ്ണന് പൂമ്പാറ്റ ഭയങ്കര പേടിയാണ്. അതിൻ്റെ അകത്ത് പൂമ്പാറ്റ എന്ന് പറഞ്ഞപ്പോൾ അരിയണ്ണ എണീറ്റ് ഓടുന്നതൊക്കെ ഉണ്ട്. ഒരു പൂമ്പാറ്റ എന്ന് പറഞ്ഞപ്പോൾ അരിയണ്ണ ഒരൊറ്റ ഓട്ടം. അരിയണ്ണന് ഭയങ്കര പേടിയുള്ള സാധനമാണ് പൂമ്പാറ്റ. പിന്നെയുള്ള അരിയണ്ണൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അരിയണ്ണന് നടക്കാനേ വയ്യ. അരിയണ്ണ ഏന്തിയാണ് നടക്കുന്നത്. മെഡിക്കൽ കണ്ടീഷൻ അല്ലേ, പിന്നെ അവന് ബാത്റൂമിൽ പോകാനൊന്നും പറ്റുന്നില്ലെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കൺഫഷൻ റൂമിൻ്റെ അകത്ത് വന്നിട്ട്. വ്യൂ ഒക്കെ കുറഞ്ഞ് അത് ആ സീസണിൻ്റെ മൊത്തത്തിലുള്ള ഇത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഫേക്ക് മറ്റേതൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. സാബു വന്നിട്ടും ഒന്നും വ്യൂസൊക്കെ കുറവാണ് എല്ലാത്തിൻ്റെ അകത്തും. ഇപ്പം ഹോട്ട്സ്റ്റാർ കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും, അതിൻ്റെ അകത്ത് വരെ വ്യൂസ് കുറവായി. എപ്പിസോഡ് കാണുന്ന ആൾക്കാരുണ്ട്, പിന്നെ നമ്മൾ ബാക്കിയുള്ളവരൊക്കെ എപ്പിസോഡ് മറ്റേത് വേറെ രീതിയിലൊക്കെ കാണുന്നത്. പിന്നെ അതൊന്നും കണക്കൂട്ടാൻ പറ്റത്തില്ലല്ലോ. അവർ TRP കണക്കൂട്ടുന്നത് മറ്റേ ഇതിൻ്റെ അകത്തുള്ള അതും ഫേക്കാണ് ഇപ്പോൾ അവർ കണക്കൂട്ടുന്നതെന്ന് തോന്നുന്നു. ആദ്യമൊക്കെ പക്ഷെ നല്ലൊരു സീസണായിരുന്നു, നല്ല അടിപൊളി സീസണായിരുന്നു ഇത്. മറ്റേ നല്ല ഒരേ ഇത് വേവിലുള്ള കുറേ ആൾക്കാരൊക്കെ ആയിരുന്നു. ആദ്യമേ ഗബ്രിയും പിന്നെ ആദ്യമേ മറ്റേ അങ്ങേര് എന്താണ് രതീഷ് ഫസ്റ്റ് ഡേ മുതൽ ആൾക്കാരെ വെറുപ്പിച്ച്. അങ്ങനെ രതീഷ് പുറത്താവുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ ദിവസം അടിപൊളിയായി, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. കാരണം ജയിലിൻ്റെ അകത്ത് കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. ജയിലിൻ്റെ അകത്ത് കിടക്കുകയും ചെയ്ത് അടുത്ത ദിവസം സിജോയെ എടുത്തിട്ട് ഊക്കുകയും ചെയ്തു. സിജോയെ ഊക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സിജോ കരഞ്ഞില്ലെന്നേ ഉള്ളന്ന്, അമ്മാതിരി ഊക്കാണെന്ന് ജിൻഡോയും ഈ ഇങ്ങേരും കൂടെ ചെയ്തത്. സിജോ ഒന്ന് കരഞ്ഞില്ലെന്നേ ഉള്ളൂ, സിജോ പൊട്ടി നിൽക്കുകയായിരുന്നു അന്ന്. ഒന്നും മിണ്ടിയില്ല സിജോ. അത് ആ എപ്പിസോഡൊക്കെ എടുത്ത് നോക്കുന്നവരൊക്കെ അറിയില്ല, എപ്പിസോഡല്ല ലൈവ്. ആ ലൈവിൻ്റെ അകത്ത് ഞാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ അക്കൗണ്ടേ ഡിലീറ്റ് ആയിപ്പോയി. അതല്ല സിജോയൊക്കെ ഇങ്ങനെ കരഞ്ഞില്ലെന്നുള്ള അത്ര ഇതിലാണ് സിജോ വന്നത്. ആ സിജോയാണ് വന്നിട്ട് മെഴുകല്ലേ നീ ഇവിടെ കിടന്ന് അത് ചെയ്യല്ലേ എന്നൊക്കെ പറയുന്നത്. പിന്നെ ചിരിക്കത്തില്ലേ നമ്മളൊക്കെ, കാട്ടുതീ എന്നൊക്കെ അവൻ പറയാൻ നേരത്തെ ചിരി വരത്തില്ല എപ്പോഴും. പിന്നെ അതിന് ശേഷമാണ് ജബ്രികൾ വന്നത്. ജബ്രികളാണ് ഈ സീസൺ നശിപ്പിച്ചതിൻ്റെ മെയിൻ ആൾക്കാർ. ജബ്രികൾ വെറുപ്പിച്ച് അത്രയും ഈ സീസൺ ആൾക്കാരെ കൊണ്ട് വെറുപ്പിച്ച് കുളമാക്കിയത് ജബ്രികളാണ്. പിന്നെ റോക്കിയുടെ ഇടി സമയത്ത് ഭയങ്കര TRP കയറി അല്ലേ? റോക്കിയുടെ ഇടി സമയത്ത് ഭയങ്കര TRP ഉള്ളതായിരുന്നു. പിന്നെ എല്ലാവരും കയറുന്നത് ഈ ജബ്രികളുടെ മറ്റേ ലവൻ പറഞ്ഞ കണക്ക് വിദേശ വെബ്സൈറ്റുകൾ സന്ദർശിക്കുന്ന ആൾക്കാരെല്ലാവരും ഇപ്പം രാത്രിയാകുമ്പോൾ ജബ്രി കോംബോ കാണാൻ കയറുമെന്ന് പറഞ്ഞു. കറക്റ്റായിരുന്നു. ഇപ്പം അതിന് ആൾക്കാരെല്ലാം അത് കയറിയിട്ട് അതിനെക്കുറിച്ച് ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആൾക്കാരെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. എന്താണ് ഇത് കണക്കൊക്കെ കാണിക്കുമോ ഒരു സീസണിൻ്റെ അകത്തൊന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഗബ്രിയും ഉണ്ട്, ജാസ്മിനൊക്കെ നല്ല പങ്കുണ്ട് അതിൻ്റെ അകത്തൊക്കെ അല്ലേ? അതേ കണക്ക്. അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ എപ്പിസോഡല്ല, 24/7 അകത്ത് ഇതൊക്കെയായിരുന്നു കാര്യങ്ങൾ. ജാസ്മിനൊരു കപ്പൊന്നും കിട്ടത്തില്ലടേ. കപ്പൊക്കെ വേറെ ആൾക്കാർക്ക് വോട്ടടിസ്ഥാനത്ത് അവർ കൊണ്ടുപോകും. ജാസ്മിന് പറ്റുമെന്നുണ്ടെങ്കിൽ വല്ല സെക്കൻഡാ തേർഡാ ഫോർത്തൊക്കെ അടിക്കാം. ഓക്കെ. പിന്നെ ഇവരെല്ലാ ആഴ്ചയിലും ഒന്നും ചെയ്യാത്ത അൻസിബയെ പിടിച്ചവർ ഇതിടും. ഈ അൻസിബയൊക്കെ എന്നിട്ടും ഇതിൽ വോട്ടെടുപ്പിൻ്റെ അകത്ത് ഫ്രണ്ട് വരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അതാണ് അൻസിബയ്ക്ക് ഈ നാട്ടിലുള്ള ആൾക്കാരെല്ലാവരും ഗെയിം കണ്ടിട്ടാണ് വോട്ട് ചെയ്യുന്നതെന്ന് തോന്നാറുണ്ടോ? ഈ അൻസിബ ചില സമയത്ത് ഈ മോഹൻലാലിൻ്റെ എപ്പിസോഡിലൊക്കെ ചില ഡയലോഗുകൾ പറയും, ഈ പ്രത്യേകിച്ച് ജാസ്മിൻ്റെ കുറിച്ച്. അതിന് ഈ പുറത്തിരിക്കുന്ന ആൾക്കാർ കൈയടിക്കും, കണ്ടിട്ടുണ്ടോ? എല്ലാ ആൾക്കാരും ഇരുന്ന് കൈയടിക്കും. അതേ വികാരമാണ് ഈ അൻസിബ എന്നുള്ള ആൾ പുറത്തുണ്ടാക്കിയെടുക്കുന്ന. ഓക്കെ, പുറത്തുണ്ടാക്കിയെടുക്കുന്ന അതേ സാധനങ്ങളാണ് അൻസിബ.
അൻസിബ ചെറിയ സാധനങ്ങൾ പറഞ്ഞാൽ അത് പുറത്ത് ഭയങ്കര ഇമ്പാക്റ്റ് ആയിരിക്കും. അത് അറിഞ്ഞുകൂടാത്ത മണ്ടന്മാരാണ് ഈ കൂടുതലും ഈ അതിൻ്റെ അകത്ത് നോമിനേറ്റ് ചെയ്യുന്നത്. ഒരു കാര്യമില്ല നോമിനേറ്റ് ചെയ്ത്, അത് പോകത്തില്ല. അത് അവസാനം കപ്പ് അടിച്ചില്ലെങ്കിൽ, ഈ അൻസിബയൊക്കെ കപ്പ് കൊണ്ട് പോയില്ലെങ്കിൽ, അല്ലെങ്കിൽ സെക്കൻഡോ തേർഡിലോ വന്നില്ലെന്നുണ്ടെങ്കിൽ നോക്കിയാൽ മാത്രം മതി. കാരണം അൻസിബയൊക്കെ അങ്ങനത്തെ ആൾക്കാർ വോട്ട് ചെയ്യുന്ന ഒരു ഇതാണ് അൻസിബ. അത് നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ഈ ഈ കുറച്ച് ഒരു ഏജായ ആൾക്കാരെല്ലാവരും എന്ത് ചെയ്യുമെന്നറിയാമോ? അൻസിബയെന്ന് പറഞ്ഞാൽ അതിൽ കാണുന്ന ആ പെങ്കൊച്ച് പറയുന്നത് കറക്റ്റാണല്ലേ, അവൾ അത് ചെയ്തത് കറക്റ്റല്ല, അവൾ ഇത് ചെയ്ത പ്രശ്നമാണ്, അവൾ അത് പറഞ്ഞത് പ്രശ്നമാണ്, അവളുടെ ആ പ്രവൃത്തി തെറ്റാണ്. മാന്യമായിട്ട് സംസാരിച്ച് വളരെ ഇതിൻ്റെ അകത്താണ് അൻസിബ പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെ വോട്ട് ചെയ്യുമ്പോൾ അതാ ജാസ്മിനെ കണക്ക് വെറും തറ വർത്തമാനം പറയുന്ന ജാസ്മിൻ്റെ അടുത്ത് വോട്ട് ചെയ്യുമോ? ഇപ്പം ഞാനും ജാസ്മിനാണ് എൻ്റെ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാനും തറ വർത്തമാനം പറയും, ജാസ്മിനും തറ വർത്തമാനം. അപ്പം നമ്മളതിൻ്റെ അകത്തുള്ള ഫാൻസുകാരെ വോട്ട് ചെയ്യുമെന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ജാസ്മിൻ ഫാൻസ്, എൻ്റെ ഫാൻസ് അങ്ങനെ വോട്ട് ചെയ്യുമെന്ന് പറയും അല്ലേ? അതേസമയം അൻസിബ എന്ന് പറഞ്ഞ ആൾ നിൽക്കണം. അൻസിബ മാന്യമായിട്ട് സംസാരിച്ച് വളരെ പക്വതയോടെ കൂടി കാര്യങ്ങൾ പറയുന്ന അൻസിബ ഒരു സൈഡിലും ജാസ്മിൻ ഒരു സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ ജാസ്മിൻ്റെ മറ്റേ അന്തം ഫാൻസ് ജാസ്മിൻ വോട്ട് ചെയ്യും. പക്ഷേ ഈ ജനങ്ങളെന്ന് ബാക്കിയുള്ള ഈ ടി വിയിലൊക്കെ കാണുന്ന ജനങ്ങളെല്ലാവരും പോയിട്ട് അൻസിബയ്ക്ക് കുത്തും. ഇതാണ് അതിൻ്റെ അകത്തുള്ള സത്യം. അത് മനസ്സിലാക്കിയാൽ മാത്രം മതി. അതാണ് ബിഗ് ബോസ്. നിങ്ങൾ ബിഗ് ബോസ് കാണുന്നവരെല്ലാവരും മുൻ സീസണുകളൊക്കെ എടുത്തങ്ങോട്ട് നോക്കുക, ഇതിൻ്റെ അകത്ത് എങ്ങനെയുള്ള ആൾക്കാരാണ് വന്നിട്ടുള്ളതെന്നുള്ള. ഓക്കെ, അത് മാത്രം നോക്കിയാൽ മതി. നിങ്ങൾ സംശയമാണെങ്കിൽ കഴിഞ്ഞാൽ റനീഷ് എങ്ങനെ വന്ന, റനീഷ് എങ്ങനെ കയറി വന്നത്? വിഷ്ണുവിൻ്റെ അത്രയും ഭയങ്കര ഗെയിമറാണ് റനീഷ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സാഗറിൻ്റെ അത്രയും ഗെയിമറാണ് റനീഷ. മറ്റേ ജുനൈസിൻ്റെ അത്രയും ഗെയിമറാണ് റനീഷ ആണോ? ജുനൈസിന് 1 മില്യൻ്റെ പുറത്ത് ഫോളോവേഴ്സ് ഉണ്ട്. ഓക്കെ, 1 മില്യൻ്റെ പുറത്ത് ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് ജുനൈസ്. ഇതിൻ്റെ അകത്ത് വന്നിട്ട് 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട ഒരു കുഞ്ഞുങ്ങളും തിരിഞ്ഞു നോക്കാത്ത മറ്റേ ഒരാളായിരുന്നു ഷിജുച്ചേട്ടൻ. 5-ാം സ്ഥാനത്തായിരുന്ന ആൾ അല്ലേ? മനസ്സിലായ? ഇതാണ് കളിയെന്ന് പറയുന്നത്. എപ്പോഴും ബിഗ് ബോസ് അങ്ങനെ വേണം ചിന്തിക്കാൻ. അല്ലാതെ മറ്റേ ഇതിൻ്റെ അകത്ത് കമൻ്റ് ഇടുന്നതും ഇതിൻ്റെ അകത്ത് മറ്റേ ലൈവിൻ്റെ അകത്ത് പോയിട്ട് 100 കമൻ്റ് ഇട്ട് നിറയ്ക്കുന്നതൊന്നുമല്ല ജാസ്മിൻ മുകളിലാണ് മറ്റൊരു താഴെയാണെന്നൊക്കെ പറയാനായിട്ട്. ഓക്കെ, ആൾക്കാർ ചിന്തിക്കുന്നത് വേറെ രീതിയിലാണ്. എപ്പോഴും വോട്ട് ചെയ്യുന്ന ആൾക്കാർ ചിന്തിക്കുന്നത് എപ്പോഴും വേറെ രീതിയിലാണ്. ഓക്കെ, അതിൻ്റെ അകത്ത് അൻസിബയൊക്കെ അവരുടെ ഇതിൻ്റെ അകത്ത് ഈ അൻസിബയൊക്കെ വിഷമാണ് മറ്റതാണെന്നൊക്കെ നിങ്ങളിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ അൻസിബയൊക്കെ കുറിച്ച്. മനസ്സിലായോ? ഇനി നോറ കരയുന്ന നോറ വോട്ട് മേടിച്ചോണ്ട് പോവും. അത്രയേ ഉള്ളു. ദിൽഷയുടെ ഒന്നും പിന്നെ മറ്റേ റോബിൻ ഉണ്ടായിരുന്നല്ലോ. റോബിൻ ഫാൻസ് അന്ന് കൂടുതലായിരുന്നു. റോബിൻ്റെ ഫാൻസുകാരുടെ വോട്ടായിരുന്നു അന്ന്. ജാസ്മിന് ക്വാളിറ്റി ഇല്ല എന്നാണ് അൻസിബ പറയുന്നത്. ജാസ്മിന് ക്വാളിറ്റി ഇല്ല. ഞാനും പറയുന്നു ജാസ്മിന് ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു ബിഗ് ബോസിൻ്റെ അകത്ത് പോലും എടുക്കരുതാത്ത ഒരാളാണ് ജാസ്മിൻ. കാരണം ഇങ്ങനെ ഒരാളെ കണ്ടുപോലും ഒരു കൊച്ചുങ്ങൾ പോലും പഠിക്കരുത്. കാരണം ഈ ഷോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ അത്രയും ഇൻഫ്ലുവൻസ് ചെയ്യും. അതേണക്കത്തെ ഒരു ഷോയ്ക്കകത്ത് ഒരു കാരണവശാലും കൊണ്ടുവരാൻ പറ്റാത്ത ഒരാളാണ് ജാസ്മിൻ. അത്ര ഒരു ബേസിക് എന്ന് പറഞ്ഞ വൃത്തി പോലുമില്ല. വായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ജിൻഡോയൊക്കെ വിളിക്കുന്ന നിങ്ങളാരെങ്കിലും അത്രയും പ്രായമുള്ള ഒരുത്തനെ കയറിയിട്ട് മറ്റേ ഇതേണക്കത്തെ വിളിക്കുമോ നിങ്ങൾ? ഇവൾ 23 വയസ്സാണ്, കുഞ്ഞ് വാവയാണെന്നാണല്ലോ പറയുന്നത്. ആ ജിൻഡോയ്ക്കുണ്ട് 10, 45, 46 വയസ്സുണ്ട്. അയാളെ വിളിക്കുന്ന എന്തൊക്കെ വിളിയാണ് വിളിക്കുന്നത്? എടാ
പൊട്ട, മണ്ട, തെണ്ടി, ഇതിന് കൂടുതലാണ് വിളിക്കുന്നതെന്നാണ് സിബിൻ പറയുന്നത്. അത് നമ്മളെ കാണിക്കാറില്ല. അന്ന് അങ്ങനെയുള്ള ആളാണ് നിങ്ങൾ ക്വാളിറ്റി ഉണ്ടെന്ന് പറയുന്നത്. എവിടെ ക്വാളിറ്റിയാണ്? ഒരു കൊച്ചുങ്ങളെ പോലും ഇതിൻ്റെ എനിക്ക് ഇഷ്ടം പോലെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുടെ വീട്ടിൽ നിന്നുള്ള മെസ്സേജ്, ബ്രോ ഈ ജബ്രികളുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കാണാൻ പോലും വീട്ടിൽ സമ്മതിക്കാറില്ല. ഓക്കെ, എപ്പിസോഡ് പോലും കാണാൻ സമ്മതിക്കാറില്ല എന്നാണ് പറഞ്ഞത്. അതാണ്, അത്ര സ്ഥിതിയിലാണ്. എന്നിട്ട് എത്ര ആൾക്കാരാണ് അവർ പറയുന്നത്. ജാസ്മിൻ എന്ത് ക്വാളിറ്റി, ഒരു ക്വാളിറ്റിയുടെ ഒരു ക്യൂ പോലും ഇല്ലാത്ത ആളാണ് ജാസ്മിൻ. പ്രത്യേകിച്ച് ഈ എന്താണ് ബ്യൂട്ടി വ്ളോഗർ, പിന്നെ ലൈഫ് സ്റ്റൈൽ വ്ളോഗർ. എന്താണ് ബ്യൂട്ടി വ്ളോഗറും ലൈഫ് സ്റ്റൈൽ വ്ളോഗറും എന്താണത്? കാട്ടുതീ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്. ഹലോ, കാട്ടുതീ ഇപ്രാവശ്യം നോമിനേഷനിലുണ്ട്. ജാസ്മിൻ ഇപ്രാവശ്യം നോമിനേഷനില്ല. കാട്ടുതീ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതിൻ്റെ ഒരു റീസൺ അത്. ഇനി കാട്ടുതീ ആണെങ്കിലും പിന്നെ അരിയാണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും ഒരേ സംഘടനയിൽ നിന്ന് വന്നേക്കുന്ന ആൾക്കാർ. ഓക്കെ, സംഘടനയിൽ ചേരാനായിട്ട് 10,000 രൂപയാണ് ഫീസ് ആ സംഘടനയിൽ. ആ സംഘടനയിൽ വന്നേക്കുന്ന ആൾക്കാരാണ് ഈ 3 എണ്ണം. അതിൻ്റെ സെക്രട്ടറിയാണ് ഈ അരിയണ്ണൻ. അപ്പോൾ അവർ 3 പേരും സപ്പോർട്ട് ചെയ്ത് കളിക്കുമോ? അവരെ സംഘടനയ്ക്ക് ഇതേ കണക്കത്തെ ഒരു വിന്നറെ കിട്ടി അവർക്ക് പൊളിക്കുമോ? ഒന്നാമത് അവന്മാർ സംഘടന തുടങ്ങിയതിൻ്റെ അന്ന് മുതൽ അത് താഴോട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം പീഡനം കാരണം വയ്യ അന്ന് മുതൽ അവന്മാർക്ക്. അതാണ് അപ്പോൾ താഴോട്ട് വളരുന്ന സംഘടനയ്ക്ക് ഒരു കുതിപ്പേകാനും വേണ്ടിയിട്ട് ഇതേ കണക്കുള്ള ആൾക്കാരെ കൊണ്ടുവന്നല്ലേ പറ്റത്തുള്ളൂ. ഇപ്പം പിന്നെ ഗുണ്ടകളും ഉണ്ട് അതിൻ്റെ അകത്ത്. ആരാണ്? ഷിയാസ് കരീം എന്ന് പറഞ്ഞ ഒരുത്തുണ്ടല്ലോ. ഇപ്പം മറ്റേ ATSകാർ അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലേ. അപ്പം അവനും ഈ സംഘടനയ്ക്കകത്തുണ്ട്. അവൻ എക്സിക്യൂട്ടീവ് മെമ്പർ എന്ന് പറഞ്ഞാണ് ഇവർ ആദ്യം പരിചയപ്പെടുത്തുന്നത്. എന്നിട്ട് പിന്നെ ഞാൻ അരിയണ്ണൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അരിയണ്ണൻ പറഞ്ഞത് അങ്ങനെയല്ല എന്നാണ് പറഞ്ഞത്. ഞാൻ വീഡിയോ അയച്ചു കൊടുത്ത അവന്മാർ പറയുന്ന, നിങ്ങളുടെ വീഡിയോയ്ക്കകത്ത് പറയുന്നത് എക്സിക്യൂട്ടീവ് മെമ്പർ എന്നാണ് പറയുന്നത്. എന്നിട്ട് നിങ്ങളിപ്പോൾ അല്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ എഴുതി കൊടുത്തത് വായിക്കല്ലേ ഒരുത്തൻ ചെയ്തത്. കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി കിക്ക്, അതേണക്ക് ആൾക്കാരെ മൊത്തം കിക്കാണ് ഇപ്പം മേടിക്കുന്നത്. നിറച്ച് കിക്കാണ് ആൾക്കാർ. ചന്ന പിന്നെ കിക്കടിക്കുകയാണ്. അത്ര നല്ല അറിഞ്ഞിട്ട പേരുമാണ് കിക്ക്. KIC എന്നാണ് കേട്ടോ, ആ കിക്കാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഘടനയാണത്. അപ്പോൾ ഇതേണക്കത്തെ കുറേ ടീമുകൾ വന്നിട്ട് അപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും. കാരണം 50 ലക്ഷം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഘടനയ്ക്ക് ഒരു പങ്കൊക്കെ വേണ്ടേ? സംഘടനയിൽ 2 പേര് ചേർന്ന് ഒരാളെ വിജയിപ്പിക്കാൻ നോക്കാം. സംഘടനയ്ക്ക് അകത്തുള്ളവന്മാരെല്ലാം എല്ലാ യൂട്യൂബേഴ്സും ഇൻസ്റ്റഗ്രാമേഴ്സും അങ്ങനെയൊക്കെയുള്ള കുറേ പേരുള്ള സംഘടനയാണ്. എന്നിട്ട് അവർ സ്വന്തമായിട്ട് അവരെ തന്നെ ഇൻഫ്ലുവൻസേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഈ ജാസ്മിനൊക്കെ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലെ ഇൻഫ്ലുവൻസറാണ് ജാസ്മിന് 1 മില്യൺ ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട് ജാസ്മിനല്ലേ. ആ 1 മില്യൺ ആൾക്കാർ എന്ത് അടിസ്ഥാനത്തിലാണ് ജാസ്മിനെ ഫോളോ ചെയ്യുന്നത്? ഒരു സംശയമാണ്. എന്ത് ക്വാളിറ്റിയാണ് ജാസ്മിൻ അവരൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്താണ് അവളെ നിന്ന് നിങ്ങൾ ഇൻഫ്ലുവൻസ് ആവുന്നത്? ആദ്യം ഒരുത്തനെ പ്രേമിക്കുന്ന തെറ്റൊന്നുമല്ല, ഒരു തെറ്റുമല്ല. എന്നിട്ട് അവനെ തേച്ച്, അതും തെറ്റല്ല. ആണുങ്ങൾ തേച്ചാൽ മാത്രം പ്രശ്നമുള്ളൂ, പെണ്ണുങ്ങൾ തേച്ചാൽ ഒരു പ്രശ്നമില്ല. രണ്ടാമതൊരുത്തനെ എൻഗേജ്മെൻറ്റ്, എൻഗേജ്മെൻറ്റിൻ്റെ കാര്യം ഇവർ നടത്തി. അത് കല്യാണത്തിൻ്റെ ആണെന്നല്ലേ, ഡിസംബർ 25 ആ ഡിസംബറിൽ ഏതോ ഒരു ഡേറ്റിൽ കല്യാണം ഉറപ്പിച്ച് വെച്ചാൽ അല്ലേ? അങ്ങനെയല്ലേ ജാസ്മിൻ്റെത്? അതിൻ്റെ അകത്തുനിന്ന് അതിൻ്റെ അകത്തുള്ളൊരു ഈ കല്യാണത്തിന് മെഹന്തി ഇടാൻ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവരെ കൊണ്ടായ അനുഭവം എന്താണെന്നുള്ളത്. അപ്പോൾ അവരവരുടെ അനുഭവമൊക്കെ പറഞ്ഞു. ജാസ്മിനൊക്കെ നല്ല പിന്നെ മുത്താണ് പിന്നെ അതിൻ്റെ അകത്ത് ജാസ്മിൻ. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയുള്ള
ജാസ്മിൻ അവനെ ഈ മുന്നാക്കാന്ന് പറഞ്ഞ അവനെ കൊണ്ട് നടക്കുന്ന ടൈമിൽ തന്നെ 7 മാസം മുന്നെയാണ് ഈ മറ്റവനായിട്ട് എന്താണ് ഈ അഫ്സലുമായിട്ട് പ്രേമമായെന്ന് പറയുന്നതായിട്ട്. ഈ 7 മാസത്തിൻ്റെ മുന്നെയാണ് മുന്നാക്കായിട്ടുള്ള ഇത് പോയത്. മുന്നാക്ക പോയത് അഫ്സലിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് മുന്നാക്ക പോയത് അല്ലേ? ആദ്യത്തവൻ പോയത് മുന്നാക്കയുടെ കാര്യം അറിഞ്ഞ്, മുന്നാക്ക പോയത് അഫ്സലിൻ്റെ കാര്യം അറിഞ്ഞ്, അഫ്സൽ പോയത് ഈ ഷോയ്ക്കകത്ത് ഗബ്രിയുടെ കാര്യം അറിഞ്ഞ് അല്ലേ? അപ്പം എന്താണ് ജാസ്മിൻ കൊടുക്കുന്ന ഇൻഫ്ലുവൻസ്? ഇതാണ് ആ ഇൻഫ്ലുവൻസർ കൊടുക്കുന്ന ആ സന്ദേശം. അതതിന് വൃത്തിയുടെ കാര്യത്തിലാണെങ്കിൽ വൃത്തി എന്താണെന്നുള്ളതിൻ്റെ അകത്ത് കാണിച്ചു തന്നത്. അതാണ് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇങ്ങനെ ഉള്ള ഒരാൾ സൗന്ദര്യത്തിനെക്കുറിച്ച് വന്നിരുന്ന് നിങ്ങളടുത്ത് പറയും, സൗന്ദര്യം കൂട്ടുന്നതിനെക്കുറിച്ച്. സൗന്ദര്യം കൂട്ടാൻ നിങ്ങളടുത്തൊന്ന് പറഞ്ഞു തരികയാണ് ഓരോരോ ട്രിക്കുകൾ. അപ്പം നിങ്ങളതാണ് കേൾക്കുന്നത്, അതാണ് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഒരു വൃത്തിയും ബേസിക്കായിട്ടുള്ള യാതൊരു വൃത്തികളും സൂക്ഷിക്കാത്ത ഒരാൾ നിങ്ങളടുത്ത് വന്നിട്ട് ഇരുന്ന് പറയുകയാണ് ഇത് കണക്ക് ചെയ്യണമെന്നുള്ള. അങ്ങനെയാണെങ്കിൽ മറ്റേ വീരപ്പനൊന്നും മരിച്ചില്ലായിരുന്നെങ്കിൽ പുള്ളി വന്നിരുന്നിട്ട് മറ്റേ സുവിശേഷം പറഞ്ഞാൽ മതിയായിരുന്നല്ലേ? നിങ്ങളൊക്കെ അയാളെ ഫോളോ ചെയ്ത് സുവിശേഷം കേട്ടണല്ലേ? ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാട്ടിൽ മറ്റേ ആനയെ കൊന്നിട്ട് കൊമ്പെടുക്കലായിരുന്നു പരിപാടി. ആ പുള്ളി വന്നിരുന്ന വെളിയിൽ വന്നിരുന്ന സുവിശേഷം പറഞ്ഞാൽ നിങ്ങളൊക്കെ കേട്ടിരുന്നേ അവിടെ. അതാണ് അവൻ്റെ ഈ ഇൻഫ്ലുവൻസ്, അതാണ് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പം ഒരാൾ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ എന്താണ് ക്വാളിറ്റി അവർക്കുള്ളത്? ഒരു ക്വാളിറ്റിയില്ല. ഞാനൊരു ക്വാളിറ്റിയും കാണുന്നില്ല. ഇനി ഈ ഭയങ്കര ക്വാളിറ്റി പറഞ്ഞാൽ അതേ ജാസ്മിൻ തന്നെയല്ലേ ഈ ക്രീമിൻ്റെ ഇഷ്യൂവിൻ്റെ അകത്ത് വന്നത്? ക്രീമിൻ്റെ ഇഷ്യൂവിൻ്റെ അകത്ത് അതേ ജാസ്മിൻ തന്നെയല്ലേ ഉണ്ടായിരുന്ന? എന്നിട്ട് ജാസ്മിൻ മെഴുകയല്ലിരുന്ന് അതിൻ്റെ അകത്ത് കിടന്നിട്ട്. ഇനി അതേ ജാസ്മിൻ ഭയങ്കര ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയുന്ന ജാസ്മിൻ ഈ അസ്ലേന്ന് പറഞ്ഞ ആളെ എടുത്തിട്ട് ഊക്കിയത് ഇതേ ജാസ്മിൻ തന്നെയല്ലേ? മെൻ്റലി ടോർച്ചർ ചെയ്തത് ഇതേ ജാസ്മിൻ തന്നെയല്ലേ? വേറെ ആരും അല്ലല്ലേ അല്ലേ? അപ്പം ഇനി ജാസ്മിൻ അതിൻ്റെ അകത്ത് മാത്രമാണ് ഈ കുരുട്ട് ബുദ്ധി ഇല്ലാത്ത. ജാസ്മിൻ പുറത്ത് എന്തുമാത്രം കുരുട്ട് ബുദ്ധി ഈ അസ്ലയുടെ കല്യാണത്തിന് ഓരോരുത്തരെ ഒഴിവാക്കാനായിട്ട് ഈ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വോയിസുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പഴയ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വോയിസുകളൊക്കെ. ജാസ്മിനും അസ്ല വേറെ ചില ആൾക്കാരുമായിട്ടൊക്കെ ഉള്ള സംസാരത്തിൻ്റെ വോയിസ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ളവർ. ഇതൊക്കെയാണ് നിങ്ങളെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ജാസ്മിൻ്റെ മെയിൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൺഫെഷൻ റൂമിൻ്റെ അകത്ത് കാണിക്കുന്ന കരച്ചിൽ നാടകം വന്നിട്ട് യൂട്യൂബിൽ ഇരുന്നുകൊണ്ട് കാണിക്കും. ലൈവ് അങ്ങോട്ട് ഇടും, യൂട്യൂബിലിരുന്ന് 10 കരച്ചിൽ. അപ്പോഴത്തേക്ക് ആ കരച്ചിലിൻ്റെ അകത്ത് തന്നെ ഭാവങ്ങൾ മാറി മാറി വരും. കരച്ചിൽ ഉടനെ തന്നെ ചിരി, ഉടനെ കരച്ചിൽ ദേഷ്യം, കരച്ചിൽ ചിരി, ഇങ്ങനെ മാറി മാറി വന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ജെന്യൂനായിട്ട് കാണുന്ന ഈ അവളുടെ കുറച്ച് ഇള്ളക്കുട്ടി ഫാൻസ് ഉണ്ട്, അവരത് സഹിക്കും. പക്ഷെ 10 ലക്ഷം ആൾക്കാർ കേരളത്തിൽ ഇത്രയും അതപ്പതിച്ച 10 ലക്ഷം ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവളുടെ ഫാൻസ് ആയിരിക്കും ഏറ്റവും അതപ്പതിച്ച 10 ലക്ഷം ഫാൻസുകാർ. കാരണം ഒരു ജീവിതത്തിൽ തന്നെ ഇവിടെ മൂക്കളെയൊക്കെ പിഴിഞ്ഞു വെച്ചിട്ട് ചായ തരുന്ന ഒരാളെ ഒന്ന് ആലോചിച്ച് നോക്കിയെന്ന് നീയൊക്കെ. ഒരു ഫാൻസുകാരെ ഒന്ന് ആലോചിച്ച് നോക്കി. അവർ മൂക്കളെ പിഴിഞ്ഞൊഴിച്ചിട്ട് ചായ, അതേ ചായ ഇവിടെ ഒന്ന് അറ്റ്ലീസ്റ്റ് അത് മാറ്റിയിട്ട് അടുത്ത ചായ ഇടാമെന്ന് പറയാനുള്ള ടേസ്റ്റ് കൂടുമോന്ന് അവളെ മൂക്കള വീണ് കഴിഞ്ഞാൽ. ഇത് ഫുൾ ടൈം മൂക്കിട്ട് ചീറ്റിയിട്ട് അടുത്ത ചപ്പാത്തി പിടിക്കും അത് വെച്ച്. ഈ രണ്ടും എന്നിട്ട് ആ മൂക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ജിൻഡോയുടെ മുഖത്ത് തേക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നിങ്ങളെ ബേസിക്, ഇതൊക്കെയാണ് നിങ്ങളെ വൃത്തി എന്ന് പറയുന്നത്. അതാ ബ്യൂട്ടി വ്ളോഗർ ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. ഇതൊക്കെയാണ് ബ്യൂട്ടി വ്ളോഗർ പഠിപ്പിക്കുന്നത്. ഇതാണ് കഥ സാധനങ്ങൾ. മൂക്കളിങ്ങനെ തേച്ചിട്ട് അടുത്തിരിക്കുന്ന ആളെ ഉടുപ്പി തേക്കുക. അന്നൊരു ദിവസം മറ്റേ മൂക്ക് പിടിച്ചിട്ട് ഗബ്രി ഇട്ടിരുന്ന എൻ്റെ ഉടുപ്പി തേക്കുക. ഇതൊക്കെയാണ് മറ്റേ അതൊക്കെ ക്വാളിറ്റി. ഇതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഭയങ്കര ക്വാളിറ്റിയാണ്. സത്യത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ ഫോളോ ചെയ്യുന്ന
അതേ കണക്കത്തെ ആൾക്കാരെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ അത് നീ ചത്ത് കളയണം പോയി. ജാസ്മിനെയൊക്കെ ഫോളോ ചെയ്യുന്ന 10 ലക്ഷം ആൾക്കാരെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീയൊക്കെ മരിച്ചു കഴിഞ്ഞ് ഇതിൻ്റെ ശവങ്ങളായിട്ടുള്ള 10 ലക്ഷം ആൾക്കാരാണ് ഇപ്പോൾ അതിൻ്റെ അകത്തുള്ളത്. എല്ലാ ശവങ്ങളാണ്, 10 ലക്ഷം ശവങ്ങളാണ് അത് ഫോളോ ചെയ്യുന്നത്. കാരണം ഈ അവന്മാർക്ക് യാതൊരു അന്തവും കുന്തമൊന്നും ഇല്ല. അപ്പോൾ ആ 10 ലക്ഷം ശവങ്ങൾ ഫോളോ ചെയ്യട്ടെ. കാരണം ചത്തുപോയവന്മാർ പിന്നെ അൺഫോളോ അടിക്കാൻ പറ്റത്തില്ലല്ലേ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അതേണക്കൊക്കെയാണ് കാണുന്നതിനേക്കാൾ. പിന്നെ വേറൊരിത് ഇതിന് വലിയ കോമഡി ഉണ്ടല്ലോ, മറ്റേ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയ പെണ്ണിന് 12,000 എത്ര ഫോളോവേഴ്സ്, 8,000 എത്ര ഫോളോവേഴ്സ് ആയിരുന്നു തോന്നുന്നു മറ്റേ ഇൻസ്റ്റഗ്രാമിൽ. തട്ടിക്കൊണ്ട് പോയി അവളാണെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് 12,000 ആയി, പിന്നെ അത് 25,000 ആ ടീമാണ് കേരളത്തിലൊക്കെ ഉള്ളത്. അപ്പോൾ ഇതേ കണക്കത്തെ കുറേ ഇന്ന് തന്നെ കാണാൻ പറ്റില്ല. ജാസ്മിൻ റസ്മിനെ അടിച്ചു പിരിഞ്ഞില്ല. ജാസ്മിന് റസ്മിന് ഒരു അടി കൊടുത്ത് അതവന്മാർ കട്ട് ചെയ്ത് കളഞ്ഞ്, പിന്നെ കൺഫെഷൻ റൂമിൻ്റെ അകത്ത് പോയിരുന്ന് കരച്ചിൽ ബഹളം, പിന്നെ ബിഗ് ബോസുകാർ വാൺ ചെയ്ത് ഇതൊക്കെ നടന്നോളൂ. അടി കൊടുത്ത് അത്രയേ ഉള്ളൂ. പെണ്ണിനെ അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല. അരിയണ്ണനും സിജോയും സപ്പോർട്ട് ചെയ്യുന്ന അരിയണ്ണൻ സിജോ അരിയണ്ണനും സിജോയും ജാസ്മിനും കിക്ക് എന്ന് പറഞ്ഞ സംഘടനയുടെ ഒഫീഷ്യൽ പ്രതിനിധികളാണ്. ഓക്കെ, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി എന്ന് യൂട്യൂബിൽ അടിക്കുക. അപ്പോൾ വീഡിയോസ് വരും. ആ വീഡിയോസ് എടുത്തിട്ട് ഇവരുടെ ഇനാഗുറേഷൻ ഫങ്ഷനുകളൊക്കെ കാണും. അത് കയറി നോക്കുക. അതിൻ്റെ അകത്ത് ഇവരൊക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ വെറുതെ പറയുന്നൊന്നുമല്ല, ഇവരൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് സെക്രട്ടറിയാണ് സായി കൃഷ്ണ. അതിൻ്റെ അകത്ത് KIC ആണ്, KICK ഇല്ല. ഓക്കെ, കിക്ക് കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി. അപ്പോൾ പോയി നോക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ അകത്തുള്ള സംഘടനയിലുള്ള ടീമുകളാണ് അവന്മാരെല്ലാം ഉള്ളത്. പിന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാതെ പിന്നെ എന്താണ് ചെയ്യുന്നത്? പിന്നെ അവന്മാർ ഇതിൻ്റെ ഈ സായി കൃഷ്ണ എന്ന് പറഞ്ഞവൻ ആ കാറിൻ്റെ അകത്തിരുന്ന് കുറേ കൊണ അടിച്ചായിരുന്നല്ലേ ഈ ജാസ്മിൻ്റെ അച്ഛൻ്റെ ഇതിലൊക്കെ എവനായിരുന്നല്ലോ ചാടി വീണത്. അത് ഇതിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ടുള്ളൊരു വഴി മാത്രം, ഇത്രയല്ലേ ഇതിൻ്റെ അകത്ത് കയറാനുള്ളൊരു വഴി. അതേ കണക്കത്തെ വഴി കയറി വന്നവനാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് വന്നിട്ട് അവ ആദ്യം എതിർക്കാനുള്ളത് ജാസ്മിനെയാണ് അല്ലേ. അതിൻ്റെ അകത്ത് അത്രയും പറഞ്ഞവനാണെങ്കിൽ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് എതിർക്കാനുള്ള അങ്ങനെയല്ലേ. എന്തെതിർത്ത അവ എങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും, ഗബ്രി എങ്ങനെ താങ്ങാം, ഗബ്രി എങ്ങനെ സപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞല്ലേ ഇന്ന്. അപ്പോൾ അങ്ങനത്തൊക്കെയാണ് കുറേ എണ്ണം ഉള്ളത്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റേ സായി എണ്ണം പറയുന്നത് ഞാൻ ഒരു മനുഷ്യനായി ഞാൻ സായി കൃഷ്ണ എനിക്ക് തിരിച്ചു കിട്ടി. സായി കൃഷ്ണ തിരിച്ചിട്ട് അവൻ തോന്നുന്നു മറ്റേ എല്ലാ ദിവസവും മറ്റേ കാറിൻ്റെ അകത്ത് അടയിരിക്കരുത്. അന്നുമല്ല, അവൻ ഇടയ്ക്ക് വീട്ടിൻ്റെ അകത്തും കയറാറുണ്ടല്ലോ, വീട്ടിൻ്റെ അകത്ത് ഇരുന്ന് വീഡിയോ ഇടാറുണ്ടായിരുന്നു, നമ്മൾ കണ്ടിട്ടില്ലേ സായി കൃഷ്ണ തിരിച്ചു കിട്ടാനായിട്ട്. നീ സായി കൃഷ്ണ തിരിച്ചു കിട്ടുക അല്ലെങ്കിൽ സീക്രട്ട് ഏജൻറ്റ് തന്നെ ആയിക്കോട്ടെ. ഞാൻ സീക്രട്ട് ഏജൻറ്റ് അടുത്ത കാര്യം പറഞ്ഞുതരാം. സംശയമുള്ളവർ വീണ്ടും സീക്രട്ട് ഏജൻറ്റ് ചാനലിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ബാക്കിലോട്ട് സെർച്ച് ചെയ്യുക. ഈ ഒരു മുതുകാടിൻ്റെ ഇഷ്യൂവും കൊണ്ട് സായി കൃഷ്ണ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും സായി കൃഷ്ണയെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ സായി കൃഷ്ണയുടെ വീഡിയോ ഫോളോ ചെയ്യുന്നവരൊക്കെ നോക്കുക. മുതുകാടിൻ്റെ ഇഷ്യൂവും കൊണ്ട് യവൻ എത്ര വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക. ഒറ്റ ദിവസം കൊണ്ട് അവൻ്റെ വീഡിയോ നിന്ന് പിന്നെ മുതുകാടിനെ വിട്ടത് വേറെ ഒന്നും കൊണ്ടല്ല, യവന്മാരുടെ തന്നെ ഒരു വോയിസ് പുറത്ത് വന്ന് എന്തായിരുന്നു, ഈ ഷിഹാബ് എന്ന് പറഞ്ഞവനെ കൊണ്ട് 2 മാസത്തെ ക്ലാസ് കൊടുത്ത് 2 മാസത്തെ പ്രിപ്പറേഷൻ ചെയ്ത് അത് സുനിത ദേവദാസ് എന്ന് പറയുന്ന കാനഡയിലിരിക്കുന്ന ചേച്ചിയുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ആണ് ഈ ഷിഹാബിനെ യവന്മാർ പത്രസമ്മേളനത്തിൽ കൊണ്ടുവച്ചിട്ട് ആ നാടകം ഒന്നവിടെ നടത്തിയത്. ആ വോയിസ് പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ ആ വോയിസ് ഞാനാണ് മുതുകാടിന് കൊടുത്തത്. അവരത് അന്ന് തന്നെ കേസായിട്ട് ഫയൽ ചെയ്തു. അപ്പോൾ തന്നെ അരിയണ്ണനും മതിയാക്കി
സുനിതാ ദേവദാസ് അതിൻ്റെ മുന്നേ മതിയാക്കി. സുനിതാ ദേവദാസൊക്കെ എത്ര ഇൻ്റർവ്യൂ, എത്ര ആൾക്കാരെ പിടിച്ചിരുത്തിക്കൊണ്ടാണ് മുതുകാടിനെതിരെ വീഡിയോ ഇട്ടത് അല്ലേ? കണ്ടിട്ടില്ലേ? മുതുകാടിനെതിരെ തകർത്ത് വീഡിയോ ഇടയായിരുന്നു. പിന്നെ ഓക്കെ, അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന വെറും ഉടായ്പുകളെ ഒരു ദിവസം കൊണ്ട് ഇതേ കണക്കൊരു പൂട്ടിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സായി അണ്ണൻ വായിൽ പിരിവെട്ടി നിർത്തി. ഇനി ഞാനും സായിയും കൂടെ ഉള്ള ഈ അക്കൗണ്ടിൽ നിന്നുള്ള ഒരു ചാറ്റ് അവൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനും അവനും തമ്മിലുള്ള ചാറ്റ്, അതിന് കൃത്യമായിട്ട് ഉത്തരവിട്ടുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ ഇൻസ്റ്റഗ്രാം ഇടും. എന്തായാലും ആ വീഡിയോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടുതരാം, എല്ലാവരും കാണണം. സായി എന്ന് പറഞ്ഞവനാ അവൻ പറഞ്ഞ കണക്കല്ല, അവൻ പറയുന്ന പോയിൻ്റ് കണക്കൊന്നുമല്ല ഞാൻ കൃത്യമായിട്ട് അവൻ പറഞ്ഞ സാധനം ഞാൻ എന്താണ് തിരിച്ചു കൊടുത്തതെന്നുള്ള പോയിൻ്റ് സഹിതം, തെളിവ് സഹിതം. അവൻ തെളിവൊന്നുമില്ല, അവൻ്റെ തെളിവുകളൊന്നുമില്ല, അവൻ ഡയലോഗുകൾ മാത്രമേ ഉള്ളൂ. എന്നെ കൊല്ലുമേ, എൻ്റെ വണ്ടി ഇടിച്ച് കൊല്ലുമേ, മറ്റവർ അത് ചെയ്യുമേ എന്നൊക്കെ പറഞ്ഞുള്ള കരച്ചിൽ മാത്രമേ ഉള്ളൂ അവന്. യവൻ പറഞ്ഞ ഓരോ സാധനങ്ങൾ, മറ്റേ അങ്ങേരെ ഉണ്ടായിരുന്നല്ലോ, അവൻ്റെ ഒരു ആ റിവ്യൂ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ ഒരാൾ, ഈ എല്ലാ തിയേറ്ററിൻ്റെ അകത്തും പോയി നിൽക്കുമല്ലോ ഒരാളുണ്ടല്ലോ, അങ്ങനെ പേര് ഈ പെരേരയും പിന്നെ വേറൊരാൾ, അങ്ങനെ പേര് തന്നെ മറന്നില്ല. ആറാട്ടണ്ണനും ഇങ്ങനെ യവനും തമ്മിലുള്ള ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ. ആറാട്ടണ്ണന് വോയിസ് എഡിറ്റ് ചെയ്ത് കൊടുത്ത് ആ വോയിസ് ആറാട്ടണ്ണ അങ്ങേരുടെ ചാനലിൽ ചെകുത്താൻ്റെ ഇഷ്യൂവിൽ, ചെകുത്താൻ പിന്നെ മറ്റേ ബാല ഇഷ്യൂവിൻ്റെ അകത്ത് ഓക്കെ, ആ വോയിസ് എഡിറ്റ് ചെയ്ത് കൊടുത്ത സായി ആയിരുന്നു. ഞാൻ സായിയുടെ അടുത്ത് ചോദിച്ചു, നീ അല്ലടാ വോയിസ് എഡിറ്റ് ചെയ്ത് കൊടുത്തതെന്ന് ചോദിച്ചു. യോൻ പറഞ്ഞ അല്ലെന്ന് പറഞ്ഞ്. ആ വോയിസ് എഡിറ്റ് ചെയ്ത് കൊടുത്തവൻ അന്ന് രാത്രി ഇരുന്നിട്ട് ഒരു വീഡിയോ ഇട്ട്, അയ്യോ ആറാട്ടെണ്ണൻ എന്താ ഒരു പുതിയ വോയിസ് കേട്ടോ വന്നിരിക്കുന്നു, ഞാൻ ഇപ്പോഴാണ് കണ്ടത്, ആറാട്ടെണ്ണൻ അത് പറയുന്നു മറ്റത് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് ആ വോയിസ് എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ട് അത് ഇടണമെന്ന് പറഞ്ഞത് സായിയാണ്. അത് ആറാട്ടെണ്ണൻ പിന്നെ പറഞ്ഞ് അത് പറഞ്ഞത് സായിയാണ്. സായി അത് മാത്രമല്ല ചെയ്തത്, തോക്കുമായിട്ട് ബാല നിൽക്കുന്നൊരു ഫോട്ടോയും അയച്ചു കൊടുത്ത് അതും ഇടണമെന്ന് പറഞ്ഞ്. അത് ആറാട്ടെണ്ണൻ ഇട്ടില്ല, ആറാട്ടെണ്ണൻ അത് ചെയ്തില്ല. ആറാട്ടെണ്ണൻ അന്ന് ചെയ്തായിരുന്നെങ്കിൽ ആറാട്ടെണ്ണൻ 3G ആയേനെ. ഓക്കെ, അപ്പം ഒറ്റയടിക്ക് ആറാട്ടെണ്ണനെ ചതിക്കണം, മറ്റേ ചെകുത്താനെ ചതിക്കണം, ബാലയെ ചതിക്കണം. ഈ 3 പേരെ ഒറ്റയടിക്ക് ചതിക്കാൻ നോക്കിയത് അരിയണ്ണൻ, സീക്രട്ട് ഏജൻ്റ് എന്ന് പറയുന്നവൻ അല്ലേ? അങ്ങനത്തവനാണ് ഇവിടെ വന്നിരുന്ന് പുണ്യാളം പറയല്ലേ. അങ്ങനെയുള്ളവന്മാരൊക്കെ വന്ന് പുണ്യാളന്മാർ ചമയാൻ നിൽക്കല്ലേ, അത്ര എനിക്ക് പറയാനുള്ളത്. പിന്നെ അവൻ ഓരോ ആൾക്കാരുടെയും പറഞ്ഞ വോയിസുകളും അതിന് ഉള്ള തെളിവുകൾ സഹിതം അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അകത്ത് അവൻ്റെ ഓരോ കള്ളങ്ങൾ ഇട്ടു. അവന്മാർ ഈ സംഘടന തുടങ്ങിയപ്പോൾ ഈ സംഘടന ഇല്ലേ, നിങ്ങൾക്കൊരു സംഘടന തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഒന്നും ഒരു കാര്യമില്ല, 1500 രൂപ അല്ലെങ്കിൽ മാക്സിമം 2000 രൂപ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സംഘടന തുടങ്ങാം. അതിന് ഈ അരിയണ്ണ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ ഡയലോഗ്, സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ, അതായത് മറ്റേ സെൻട്രൽ ഇൻ്റലിജൻസുകാർ ഞങ്ങളെ വിളിച്ച് അന്വേഷിച്ച്, ഞങ്ങളെ 10 പേരുണ്ട്, 10 പേരെ അവിടെ നിന്ന് വിളിച്ച് അന്വേഷിച്ചിട്ടാണ് ഞങ്ങൾ സംഘടന തുടങ്ങിയത്. അവിടെ സംഘടന തുടങ്ങിയ 50 രൂപ മതി, അതിൻ്റെ ഫീസ് അടയ്ക്കാനായിട്ട് 50 രൂപ 100 രൂപ 150 രൂപയൊക്കെ മതി. അങ്ങനെ സാധനം ടോട്ടൽ നിങ്ങൾക്ക് എമൗണ്ട് ആവുന്ന 2000 രൂപയ്ക്കകത്ത്. അതിന് ഒരു മറ്റേ സെൻട്രൽ ബ്യൂറോയുടെ ഇൻവെസ്റ്റിഗേഷനും വേണ്ട. ഓക്കെ, അതേ കണക്കത്തെ ഇതൊക്കെയാണോ ഉള്ളത്, അതേ കണക്കത്തെ തള്ളും കള്ളങ്ങളും മാത്രം പറയുന്ന അരിയണ്ണനൊക്കെ പുണ്യാളം കളിക്കാനായിട്ട് ദയവ് ചെയ്തിട്ടിരിക്കരുത്. പിന്നെ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവന്മാരുടെ ഫുള്ള് ഉടായ്പകളൊക്കെ നമുക്കറിയാം. മല്ലു അണ്ണൻ്റെ അപ്ഡേറ്റ് വല്ലതും, മല്ലു അണ്ണൻ തന്നെ ജീവിച്ചിരിപ്പുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവൻ്റെ വീഡിയോ പോലും ആൾക്കാരും കാണുന്നില്ല. പിന്നെ അവൻ്റെ കേസെന്ന് പറയുന്നത് കോടതിക്കകത്ത് ഇരിപ്പുണ്ട്. അതിൻ്റെ അകത്ത് വേറെ എന്തൊക്കെയോ കേസ് പുതുതായിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടാ. അത് ഇതൊക്കെ പുതിയ കേസ്, അത് മിക്കവാറും മറ്റേ ലവയിടും. എന്താണ് അതിൻ്റെ പേരെന്തായിരുന്നു, മറ്റേ നമ്മളാ സൗദി പെണ്ണിൻ്റെ കൂടെയുള്ള അവയിടും അതിൻ്റെ അപ്ഡേറ്റുകൾ. ഓക്കെ, അതിൻ്റെ അകത്ത് വേറെ എന്തൊക്കെ പ്രശ്നങ്ങൾ അതിൻ്റെ അകത്ത് പുതുതായിട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ അവരിടും.
പിന്നെ അന്ന് പിന്നെ അവരടിച്ച് പിരിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മറ്റേതുള്ള. അവരടിച്ച് പിരിഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവരെ കാണാം വീണ്ടും, ആ ചെറുക്കനും പെണ്ണിനെയും അവർ വീണ്ടും ഒന്നായിട്ട് അവിടെ നടപ്പുണ്ട്. കുറേ ദിവസം അതായിരുന്നു. അപ്പോൾ അവരടിച്ച് പിരിഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. പിന്നെ സിജോ അണ്ണൻ്റെ പറയണ്ടല്ലോ, സിജോ അണ്ണൻ്റെ ചാനലെടുത്ത് നോക്കിയാൽ മതി, തുണ്ടുകൾ മാത്രം ചർച്ച ചെയ്യുന്ന ചാനലാണ്. പിന്നെ ദിലീപൊക്കെ വന്നപ്പം അരിയണ്ണനൊക്കെ ഇങ്ങനെ മാറിയിരുന്നു. പിന്നെ ദിലീപ് അതിൻ്റെ അകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, അരിയണ്ണൻ ദിലീപിനെയൊക്കെ കാണാൻ പോയെന്ന് പറഞ്ഞ എല്ലാവരും ശ്രദ്ധിച്ച് കാണുന്നൊരു കാര്യമായിരിക്കും. ദിലീപ് വന്നപ്പോൾ ദിലീപ് പറഞ്ഞ അരിയണ്ണനൊക്കെ ദിലീപിൻ്റെ ഒരു സെറ്റിൽ ദിലീപിനെ കാണാൻ പോയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദിലീപ് പറഞ്ഞ് ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? ആ എപ്പിസോഡ് കണ്ടവർക്ക് അറിയായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്തുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദിലീപിൻ്റെ ഒരു സിനിമയ്ക്ക് ബാദ്രെ, ആ സിനിമയ്ക്ക് കേസുള്ള ടീമാണ് ഈ അരിയണ്ണൻ, അല്ലേ? കേസുള്ള ടീമാണ് അരിയണ്ണൻ. അപ്പോൾ അതെ, അരിയണ്ണൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അരിയണ്ണൻ എവിടെയെങ്കിലും ഇതണക്കൊക്കെ പ്രശ്നങ്ങളുണ്ട്, അരിയണ്ണൻ കോംപ്രമൈസ് ആക്കാൻ പോവുകയാണ്. അപ്പോൾ ആ കോംപ്രമൈസ് ടോക്കിന് പോയതാണ് അരിയണ്ണൻ. അന്ന് വെച്ചാൽ ദിലീപിനെ കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണൊക്കെയാണ് അരിയണ്ണനും അരിയണ്ണൻ്റെ ടീമുകളുടെ സഞ്ചാരം എന്ന് പറയുന്നത്. അപ്പോൾ ശരി, ഇനി ആരൊക്കെ കുറേ പേരൊക്കെ മറ്റേ വൈ അരിയണ്ണൻ എന്ന് വെച്ചാൽ അവൻ അറിയപ്പെടുന്ന അരിയണ്ണൻ എന്നാണ്. ഇത് യൂട്യൂബ് കൊണ്ടാണ് അവൻ അരി മേടിക്കുന്നതെന്ന് അവൻ തന്നെ പറഞ്ഞ് അവൻ അരിയണ്ണൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അരിയണ്ണനാണ് ഒരു ഇതിൻ്റെ അകത്തെ കേസിൻ്റെ അകത്ത് ഒരാളുള്ള അരിയണ്ണനാണ്. അവർ ബാദ്ര സിനിമയുടെ റിവ്യൂ പറഞ്ഞേക്കുന്നതിൻ്റെ അകത്ത് കേസിലെ പ്രതി ഒന്ന് അരിയണ്ണനാണ്. അപ്പോൾ അരിയണ്ണൻ കാണാൻ പോകും എന്തായാലും ദിലീപിനെ, അത്രയേ ഉള്ളൂ. ബിഗ് ബോസ് ജാസ്മിനെ ജയിപ്പിക്കാനാണോ നോക്കുന്നത്? ബിഗ് ബോസ് ഇനി ആരെയും ജയിപ്പിക്കാൻ നോക്കത്തില്ല. അത് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാവും. ലാസ്റ്റ് ട്രോഫി എല്ലാവരും ബിഗ് ബോസ് ജയിപ്പിക്കാൻ പോകുന്നത് ശോഭയാണ്. അവസാനം ശോഭയുടെ ഇത് നോക്കി കഴിഞ്ഞപ്പോൾ ശോഭ 4ാം സ്ഥാനത്തും പോയി. കഴിഞ്ഞ പ്രാവശ്യത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മയുള്ളവരൊന്ന് പൊടി തപ്പി എടുത്താൽ മതി. ശോഭ ജയിക്കുന്നു പറഞ്ഞുകൊണ്ടല്ലേ നിങ്ങളെല്ലാവരും ഇരുന്ന ലാസ്റ്റ് ദിവസം വരെ, അല്ലേ? ഓർമ്മയില്ലേ? അന്ന് ജാസ്മിന് ലെറ്റർ കൊടുത്തത് എന്താണ്? ജാസ്മിന് തുണിയൊന്നും വരുന്നില്ല, അതിൻ്റെ ലെറ്റർ കൊണ്ടാണ് കൊടുത്തത്. വീട്ടിൽ നിന്ന് തുണിയൊന്നും വരുന്നില്ല ജാസ്മിനെ, ഞങ്ങളെന്ത് ചെയ്യാനായിട്ടാണ്, ഞങ്ങൾക്ക് തുണിയൊന്നും വേടാൻ പറ്റില്ല. ജാസ്മിനെ തുണി അയച്ചുകൊണ്ടിരുന്നത് ഈ അഫ്സൽ കാക്കയായിരുന്നു. അഫ്സൽ കാക്കയെ വലിപ്പിച്ചെന്ന് അഫ്സൽ കാക്കയ്ക്ക് മനസ്സിലായപ്പോൾ അഫ്സൽ കാക്ക സംഭവം മതിയാക്കി. അപ്പോൾ ഡ്രസ്സ് വരുന്നില്ല. അത് അതിൻ്റെ ഇടയ്ക്ക് വേറെ ആരൊക്കെ പറയുന്നുണ്ട്, ശരണ്യയുടെ ഡ്രസ്സൊക്കെ അല്ലേ ഇട്ടുകൊണ്ടിരുന്നത് ജാസ്മിൻ. ശരണ്യയുടെ പാൻറ്റ് ഉടുപ്പൊക്കെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ അവളെ കയ്യിലുള്ള ഡ്രസ്സും അത് ഒന്നും കൊടുത്തു വിട്ടിട്ടില്ല. അതവൾ തന്നെ കഴുകി തന്നെ ഉപയോഗിക്കുന്ന. പിന്നെ ഇപ്പം ഈ ലാസ്റ്റ് സമയത്ത് ഡ്രസ്സ് വന്ന് ലാസ്റ്റ് കഴിഞ്ഞ ആഴ്ച ഡ്രസ്സ് വന്ന് ഭയങ്കര കരച്ചിലായിരുന്നു ഡ്രസ്സ് കെട്ടിയിട്ട്, അല്ലേ? അപ്പോൾ ശരിയപ്പോഴേ ഗുഡ് നൈറ്റ്. ഇനി അടുത്ത രാത്രിയത്തെ ശ്രീജുൻ ടൈം ആവാൻ നേരത്ത് എല്ലാവരും ശ്രീജുൻ ടൈം കാണുക. പ്രത്യേകിച്ചൊന്നും കാണത്തില്ല, എന്നാലും നിങ്ങൾക്ക് വെറുതെ കണ്ടുകൊണ്ടിരിക്കുക ശ്രീജുൻ ടൈം. അപ്പോൾ എല്ലാവരും പിന്നെ ഇന്ന് എന്തായാലും സാബു അണ്ണനും പിന്നെ മറ്റേ ശ്വേത ചേച്ചിയും തമ്മിലുള്ള സംസാരവും ശ്വേത ചേച്ചി കുറേ ആൾക്കാരെ ഉപദേശമൊക്കെ കാണുമായിരിക്കും. എന്തായാലും ജിൻഡോയാണ് മറ്റേ ഡയമണ്ട് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചേക്കുന്ന ഒരാൾ. ജിൻഡോ വേണം സൂക്ഷിക്കാൻ ഡയമണ്ട്, ആരും അടിച്ചുകൊണ്ട് പോകാതിരിക്കാനിട്ട്. അപ്പോൾ എന്തായാലും അത് ജിൻഡോ നോക്കും. അത് അവസാനം ജിൻഡോ അടിച്ചുകൊണ്ട് പോയിരുന്നാൽ മതി, ബാക്കി ആരും കുഴപ്പമില്ല. ജിൻഡോ അടിച്ചുകൊണ്ട് പോയിരുന്നാൽ മതി. ജിൻഡോ അങ്ങനെ ചെയ്യത്തില്ല. ജിൻഡോ ഈ എങ്ങനെയെങ്കിലും സോപ്പിട്ട് നിന്നിട്ട് ഡയമണ്ട് എടുക്കാൻ ജിൻഡോ നോക്കത്തുള്ളൂ എന്തായാലും. അപ്പോൾ ശരി, അപ്പോഴേ ഇന്നത്തെ ലൈവിലെ കാര്യങ്ങളൊക്കെ, ലൈവല്ല 24/7 കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ്.